പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എത്രയും സ്നേഹം നിറഞ്ഞ വിപിലച്ചൻ, നല്ല ആത്മനിറവോടുകൂടി ഗാനശുശ്രൂഷ നടത്തുന്നവരായ സംഘം, മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ക്രിസ്തുവിന്റെ നാമത്തിൽ സന്ധ്യാവന്ദനം മുന്നേ അറിയിക്കും. അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇടവകയുടെ കൺവെൻഷൻ്റെ രണ്ടാമത്തെ ദിവസത്തിൽ ബലഹീനനായ എനിക്ക് പങ്കുചേരുവാൻ ദൈവം ഇടയാക്കി. ഇന്നലെ മുതൽ ഞാനിവിടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനും ഒക്കെ ദൈവം എനിക്ക് വലിയ കൃപ തരും. ഞാൻ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഈ പള്ളിയെക്കുറിച്ചൊക്കെ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. വചന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ ദേവാലയത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ്. ഒത്തിരി മനോഹാരിത അനുഭവപ്പെട്ടു ഈ ദേവാലയത്തിൽ വന്നപ്പോൾ. ഇവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയാണോ, അത് ദേവാലയത്തിൻ്റെ പ്രത്യേകതയാണോ, ഇവിടെ പ്രാർത്ഥിച്ചിരിക്കാൻ നല്ലൊരു അനുഭവമാണെന്ന് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനതയാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കാനായിട്ട് കഴിയും. വളരെ കുറഞ്ഞ ഇടവകക്കാരല്ലെങ്കിൽ 10-80 ഇടവകക്കാരിൽ നിന്ന് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇത്ര ആളുകൾ എത്തിച്ചാണ്. കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബങ്ങളൊന്നും മക്കളില്ല, എല്ലാവരും പഠിക്കാനും പുറത്ത് ജോലിക്ക് പോയി. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും രോഗാവസ്ഥയാണ്, മുട്ടുവേദന, നട്ടല് വേദന. അപ്പോൾ അവരൊക്കെ രോഗമുള്ളത് കൊണ്ട് ആരും എത്തില്ല. അപ്പം അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാതാപിതാക്കന്മാരൊക്കെ ചിലപ്പോൾ രോഗികളായിട്ടിരിക്കുന്നതുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് എത്താൻ പറ്റില്ല. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഒരു 25 പേര് കൂട്ടി പറയാൻ പാടില്ലാത്തതാണ്. പക്ഷെ പറഞ്ഞ കൂടുതലുണ്ട് ഉള്ളതുകൊണ്ട് ഈ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ സജീവരാണെന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ എത്ര പേര് വന്നു എന്നുള്ളതിൽ സ്വർഗം കണക്കെടുക്കുന്നില്ല. സ്വർഗം കണക്കെടുക്കുന്നത് എത്ര പേർക്ക് ഈ ദൈവവചനം കേട്ടിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്, അതാണ് സ്വർഗം കണക്കെടുക്കുന്നത്. വികാരി അച്ഛൻ ചിലപ്പോൾ നിങ്ങൾ കണക്കെടുക്കും. കാരണം വികാരിയത്തിൽ നാണുകളാവും, ആളുകളെ ചെയ്യും. പ്രസംഗിക്കുന്ന എന്നെ പോലെയുള്ളവർ ചിലപ്പോൾ പറഞ്ഞെന്ന് വരും, എന്നാലും അല്ല ചടങ്ങ് പള്ളിയില്ല. അപ്പം നടത്തിപ്പിൻ്റെ മോശം എന്നുള്ള രീതിയിൽ അച്ഛന്മാരെപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗം അങ്ങനെയാണ് കണക്കെടുക്കുന്നത്. സ്വർഗം കണക്കെടുക്കുന്നത് സ്വർഗത്തിലേക്ക് ഒരാളെ വിളിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ച് പോരെ എന്ന് പറയുന്നതിന് മുമ്പ് ആ ആൾക്ക് ഈ കേട്ട വചനങ്ങൾക്ക് എത്രമാത്രം ജീവിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞ് നിങ്ങൾ പേടിച്ചു പോകും. ഇന്ന് മരിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്ന് ചിന്തിക്കുന്നത് മാത്രമേ സ്വർഗം കണക്കെടുക്കുന്നുള്ളൂ. ബാക്കി ഒരാളുടെയും കണക്കെടുക്കും. കാരണം സ്വർഗം ബാക്കിയുള്ള എല്ലാവരും കണക്കെടുത്തപ്പോൾ സ്വർഗം പറയുന്നത് എല്ലാവരും വഴിതെറ്റി, എല്ലാവരും പാപികളായി തീർന്നു, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നതായിട്ട്. അപ്പൊ കണക്കെടുത്താൽ പലപ്പോഴും ഈ വന്നിരിക്കുന്ന നമ്മുടെ കാര്യം തന്നെ ആ ബുദ്ധിമുട്ടിലായിരിക്കും. നമ്മുടെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ യോഗമൊന്നും നടത്തിയിട്ട് മനുഷ്യന് മഞ്ഞില്ല അച്ഛാന്ന് നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഓരോരുത്തരും ഞാനും ഈ 2 ദിവസത്തെ യോഗം കൊണ്ട് സ്വർഗത്തോട് എത്രമാത്രം അടുക്കാൻ കഴിയും ഇത് ചിന്തിക്കും. ബാക്കിയുള്ളവർ അടുപ്പോ പകലോ എല്ലാ വേണേലും ചെയ്തോട്ടെ. കഞ്ഞി എന്തായാലും ബാക്കി വരില്ല. അത് ബുദ്ധിമാന്മാരാണ് ഭാര്യകളുടെ, അതിനെ കണക്കാക്കിയുള്ളൂ. അല്ലെങ്കിൽ വിളമ്പുമ്പോൾ അത് കൈകാര്യം ചെയ്തു. കാരണം ഈ ട്രസ്റ്റിമാർക്ക് പരാതിയില്ല, ഇന്നൊരു കണക്കില്ലായെന്നൊക്കെ അവർ വിളമ്പണവരോട് പറഞ്ഞു കുറച്ചും കൂടി അത് നന്നായിട്ട് കൊടുത്തേക്കാൻ പറയും. യോഗത്തേക്കാൾ കൂടുതൽ പള്ളിയുടെ കഞ്ഞിക്ക് ഒരു ബഹുമാനമുള്ളത് കൊണ്ട് കഞ്ഞിയാണ് കുറച്ചൊന്നും കുടിക്കുക. പിന്നെ അഥവാ കഞ്ഞി മാറ്റി വന്നതല്ലേ ഈ അയലഞ്ച് മേഖലകൾക്ക് ധാരാളം പശു വളർത്തുന്നതുകൊണ്ട് അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആ കഞ്ഞിയൊക്കെ അങ്ങോട്ട് പോയിക്കോളും. അതുകൊണ്ട് കഞ്ഞിക്കും കണക്കുണ്ടാകില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിച്ച് നമുക്ക്
ദൈവകൃപ ലഭിച്ചിട്ട് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയണം. സങ്കീർത്തനം 34:5 പറയുന്നത്, അമുഖലേക്ക് നോക്കി പ്രകാശത്തിലായി അവരുടെ മുഖം ലജ്ജിച്ചു പോകും. പക്ഷെ നമ്മളിലേക്ക് പരസ്പരം നോക്കിയാൽ എപ്പോഴും നമ്മൾ ചോദിക്കുന്നത് എന്താ മുഖം വാടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ഒരു പാട്ട് എഴുതി, നിന്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, നിൻമിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. പാട്ടുകാരനെ എല്ലാവരും വന്നിരിക്കുമ്പോൾ എല്ലാവരുടെയും മുഖം എന്തായിരിക്കാം? വാടിയിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ മുഖവും വാടുന്നു. അപ്പൊ മുഖത്തിൽ സന്തോഷമുണ്ടാകാൻ നമുക്ക് നമ്മൾ തന്നെ സമർപ്പിച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് മുന്നോട്ട് പോകാം. നിത്യനും വാഴ്ത്തപ്പെട്ടവരുമായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി ഈ നല്ല സന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ നോമ്പിന്റെ 3-ാമത്തെ ഞായറാഴ്ച കഴിഞ്ഞ് അതിൻ്റെ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ധ്യാനത്തിനായിരിക്കുമ്പോൾ കർത്താവേ, നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവേ, സകലവിശുദ്ധന്മാരെ ഇടവകയുടെ കാവ്യപിതാക്കന്മാരെ പ്രാർത്ഥിക്കണമേ. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബം ഇടവക സമ്പന്നമാകുക, ഇടവക ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുക, ദൂരെ പോയിരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടുക, ചാരത്തായിരിക്കുന്നവരല്ല, പ്രത്യേകിച്ച് ഇടവകയിലെ രോഗികളായിരിക്കുന്നവർ ആഗ്രഹമുണ്ടായിട്ടും ശുശ്രൂഷയ്ക്ക് വരാൻ കഴിയാതെ പോലെ ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ജനത്തിൻ്റെ വിളിച്ചെടുക്കുന്നു. സകലവനങ്ങൾക്കായി കാൽപര്യം ജീവിതത്തിൽ രക്ഷിച്ചു കൊടുക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അല്പസമയം നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കാനായിട്ട് ഞാൻ എഴുതിയ ഒരു തിരുവചനം കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 18 മുതൽ 22 വരെ വചനങ്ങളാണ്. ക്രിസ്തീയ കുടുംബ ബന്ധങ്ങളുടെ സ്വഭാവം എന്നാണ് ഞാൻ അത് അത്രയും ആ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ക്രിസ്തീയ കുടുംബങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 18 മുതൽ. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കേണ്ടതിന് അവരെ കോപിപ്പിക്കരുത്. ദാസന്മാരെ, ഒരു കുടുംബ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് പറയുകയാണ് വചനം. പൗലോസ് പറയുകയാണ്, അത് തന്നെയാണ് എഫെസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. വിവാഹം എന്നത് ഉദാശയിൽ വായിക്കുന്ന എഫെസ്യ ലേഖനമാണ്. ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് മിശിഹായിൽ കർത്താവിൽ കീഴ്പ്പെട്ടിരിക്കുമെന്ന് പറയുന്നു. കർത്താവിൽ കീഴ്പ്പെട്ടിരിക്കുക. ഭർത്താക്കന്മാരോട് പറയുന്നത്, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം, അവരോട് കഠിനരായിരിക്കരുത്. എഫെസ്യ ലേഖനമായി നമ്മൾ വായിക്കുന്നതെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നാണ്. ഭാര്യ ഭർത്താവിനെ കീഴ്പ്പെടണം. ഭർത്താവ് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം. മാതാപിതാക്കന്മാരെ, മക്കളെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കണം. ഇത് നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ പ്രീതികരമാകും. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതിരിക്കാൻ, മനോവേദനപ്പെടാതിരിക്കേണ്ടതിന് അവരെ നിങ്ങൾ കോപിപ്പിക്കരുത് എന്ന് എഴുതിയിരിക്കുകയാണ്. ഒന്നുകൂടി നമുക്ക് നമ്മുടെ തലകളെ വണങ്ങി പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടതായ ദൂത് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നന്മകളാലും കൃപകളാലും വരങ്ങളാലും നിറയ്ക്കും. യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ വർദ്ധിച്ചു വരുന്നതാണ്. കർത്താവേ, നിന്റെ കൃപ, ഇവിടുത്തെ തിരുരക്തത്തിൻ്റെ സാന്നിധ്യവും ഞങ്ങൾക്ക് നൽകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. ഞാൻ
എന്നെ കാണുമ്പോൾ ചില ആളുകൾ എങ്ങനെ അത്ഭുതപ്പെടും. ആദ്യം എന്നെ കാണുമ്പോൾ ബഹുമാനിക്കും, പിന്നെ ചിരിക്കും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ആദ്യം കാണുമ്പോൾ ബഹുമാനിക്കണമെന്ന് വെച്ചാൽ അച്ഛനാണ് ബഹുമാനിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന വിവിധത്തിനെ പോലുള്ള ആരെങ്കിലും പറയും ഇത് ചമ്മാസമാണ്. ചിലപ്പോൾ എന്നേക്കാൾ പ്രായമുള്ള അച്ഛന്മാരൊക്കെ എനിക്ക് വായിക്കാനൊക്കെ തരും. അവരിങ്ങനെ സമാധാനമൊക്കെ തരുമ്പോൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കഴിക്കും. അപ്പോൾ എന്താണ് ഇത് എന്നൊരു ചിന്ത ആ ശുശ്രൂഷ കഴിയുന്നവരെ ഇത് കഴിയും. ഇങ്ങനെ നിൽക്കും. ശുശ്രൂഷ കഴിയുമ്പോൾ ആരെങ്കിലും ചെവി പറയാതെ ചമ്മാസനാണ് പറയും. അപ്പം ചിരി വരും. കാരണം ഈ പ്രായത്തിൽ ഇയാൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയെ, എന്ത് പറ്റി എന്നുള്ളതാണ് ചിരി. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പരിഹാസ പാത്രവും കൂടിയാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിത രീതി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാനതൊരിക്കലും ഗൗരവമായിട്ട് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാവില്ല. മനുഷ്യൻ കൊടുക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ മനുഷ്യ ബുദ്ധിക്ക് മനസ്സിലാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പട്ടണത്തെ ശുശ്രൂഷയിലേക്ക് എന്നെ വിളിച്ച് വേർതിരിച്ചാക്കിയത് കാലം ചെയ്ത ശ്രേഷ്ഠ ഭാവിയാണ്. അതെനിക്ക് വലിയൊരു ഭാഗ്യം. എൻ്റെ ജീവിതത്തിൽ എന്നും അദ്ദേഹത്തെ ഓർക്കാനായിട്ട് എനിക്ക് കഴിയും. മാത്രമല്ല അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോഴൊക്കെ ചെയ്തു കൊടുത്തോളൂ എന്ന് പറഞ്ഞ മേഖലപ്പെടുത്ത അപ്രയത്ന തിരുമേനിയെ ബാബ ഏൽപ്പിച്ചിട്ട് പോയി. ബാക്കി കിട്ടാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എൻ്റെ യോഗ്യത ദൈവം എടുത്ത് നോക്കുമ്പോൾ അത് ഞാൻ ആയിട്ടില്ല എന്നുള്ളതുകൊണ്ട് വൈകുക. ഇപ്പോൾ ഒരു 6-7 കൊല്ലമായിട്ട് ഞാനിങ്ങനെ എന്താ പറയുന്നത് ഒരു ആത്മീയ അഭിഷേക മേഖലയിൽ നിൽക്കുകയാണ്. അത് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എൻ്റെ വീട്ടിൽ നടന്ന ഒരു ശുശ്രൂഷ ഭാഗമായിട്ടാണ്. ഒരു കുടുംബജീവിതം, ഭാര്യ, ഭർത്താവ്, മക്കള്, അപ്പൻ, അമ്മ എല്ലാവരുടെ കൂടെ ഈ സമൂഹത്തിൻ്റെ തെരുവുകളിൽ എല്ലാവരും വെറുക്കപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും അവഗണിക്കപ്പെട്ടും സ്വയം വെറുത്തും ഒക്കെ നടക്കുന്ന ആളുകളെ ഒരു കുടുംബത്തിലേക്ക് ചേർക്കാനുള്ള ഒരു താല്പര്യമുണ്ടായപ്പോൾ ആ താല്പര്യത്തിൽ നിന്ന് വളർന്നു വന്ന ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് സഭ ആ ശുശ്രൂഷയെ മുഴുവൻ നെഞ്ചിലേറ്റുക, അവിടെ ദരിദ്രരായ ആളുകൾ, നിങ്ങളുടെ മനോഹരമായ ഈ പള്ളി എത്രയോ ആഗ്രഹത്തോടുകൂടി നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പണിതു വെക്കുമ്പോൾ ഞങ്ങളുടെ മരകത്തിലുള്ള പ്രത്യാശ ഭവനിൽ പ്രിയമുള്ളവരെ ദൈവം ദരിദ്രർക്ക് വേണ്ടി ഒരു ദേവാലയം പണിതു. അച്ഛനൊക്കെ അവിടെ കുർബാന ചെല്ലുന്ന വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ ഇവിടെ കുർബാന ചെല്ലുമ്പോഴും അവിടെ കുർബാന ചെല്ലും തമ്മിൽ അച്ഛൻ്റെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛനവിടെ ഭംഗിയായിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി ദൈവം സമൂഹത്തിലെ ഏത് പട്ടിണിക്കാരനെയും സ്നേഹിക്കുന്നു. ഈ ഇന്ത്യയുടെ വിവിധ പ്രദേശത്തുള്ള മനുഷ്യരാണ് അവിടെ താമസിക്കുന്നത്. അവരെല്ലാം ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, തെലുങ്ക് സംസാരിക്കുന്നവരുണ്ട്, മലയാളികളുണ്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അപ്പൊ എന്റെ വീടിനോട് ബന്ധപ്പെടുത്തി എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ, അതിനൊരു പ്രായമായ ഒരു മനുഷ്യനെ വഴിയിൽ നിന്ന് കിട്ടി അയാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുമ്പോൾ അയാളെ ശുശ്രൂഷിക്കാൻ എൻ്റെ ഭാര്യ മനസ്സ് വെച്ചത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മൂത്ത കുട്ടി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടാമത്തെ പെൺകുട്ടികളാണ്. അവരെ അതിനോട് ചേർന്ന് നിന്നത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതമാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു കുടുംബത്തിൽ ദൈവകൃപയുണ്ടെങ്കിൽ ആകാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ബോധ്യം. എന്നാൽ ഞാൻ ഈ ശുശ്രൂഷയുടെ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 32 വർഷമായിട്ട് 36 വർഷമായി ഞാൻ ഈ സുവിശേഷവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. 32 വർഷമായിട്ട് ഞാൻ ഒരുപാട് ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ ഒത്തിരി ആളുകളൊക്കെ അവിടെ സഹായിക്കാൻ പറ്റും, ഒത്തിരി ആളുകളുടെ പ്രാർത്ഥനയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന
എനിക്ക് തോന്നി ഈ കുടുംബങ്ങളിലൊക്കെ സമാധാനമില്ലാത്തതിന്റെ കാരണം യേശു ക്രിസ്തു ആ കുടുംബത്തെ ഭരിക്കുന്നില്ല. ഭരണം മുഴുവൻ കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, കട്ടപ്പടിയിൽ അന്നത്തെ കാലത്ത് ഒരു 36 കൊല്ലം മുമ്പ് ഒരു 3 രൂപ കൊടുത്താണ് ഒരു സ്റ്റിക്കർ മേടിച്ചത്. ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടിയിട്ട് പോരുമ്പോൾ ഒരു സ്റ്റിക്കർ മേടിച്ചു. ആ സ്റ്റിക്കറിന്റെ പേര് ഇങ്ങനെയാണ്: യേശു ക്രിസ്തു ഈ ഭവനത്തിന്റെ നാഥൻ. യേശു ക്രിസ്തു ഭവനത്തിന്റെ നാഥൻ എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഇങ്ങനെ എഴുതി ഒട്ടിച്ചതിന് ശേഷം കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഞാൻ ചില കാര്യം നടത്തണമെന്ന് നിർബന്ധം പിടിക്കും. ഭാര്യയ്ക്കത് ഇഷ്ടമായി പിടിക്കാത്ത അഭിപ്രായം തുറന്നു പറയും. അഭിപ്രായം തുറന്നു പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, അതിരുന്നു അത് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. ആണുങ്ങളെ ഭരിച്ചിട്ടുള്ളൂ, ഞങ്ങളുടെ കുടുംബത്തെ പെണ്ണുങ്ങളാരും ഭരിച്ചിട്ടില്ല. അപ്പൊ പെണ്ണുങ്ങൾ പറയാം, ഞാൻ വീട്ടിലുള്ള രീതിയിൽ ഭരിക്കും, ഞാൻ പെണ്ണില്ല, ഞാൻ ഭരിച്ച് ഞാൻ തുറന്നു കഴിയുമ്പോൾ പറയും, കണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ എടുത്തില്ല, പെണ്ണായിരുന്നു അല്ലേ, ഞാൻ ഭരിക്കും എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു. ഞാൻ ആകെ ആരെന്നെ ആശ്വസിപ്പിക്കുന്ന ചിന്തയില് ഭരണം തുറന്ന് കടവ് വന്നു കഴിഞ്ഞ് ഞാൻ പെരക്കാത്ത നിന്നിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു. ദേഷ്യം വരുമ്പോൾ ഞാൻ ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, മക്കളോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ അവരെന്നോട് ദേഷ്യപ്പെടുന്നു. വല്ലതൊക്കെ വലിച്ചു വാരി കടവൊക്കെ വിലയൊക്കെ വലിച്ചു കയറ്റി മറ്റുള്ളവർ പറഞ്ഞാൽ വിലയും കൽപ്പിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ട് കുടുംബ സമാധാനം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങളെയാണ് പണിയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ സമാധാനമില്ല, സ്വസ്ഥതയില്ല. അപ്പൊ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇപ്പൊ ഈ പണി നടത്താം, ഈ ഭരണം ഈ കട്ടപ്പടിയിൽ ഇരിക്കുന്ന ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനത്തിലെത്തി കട്ടപ്പടിയിൽ ഇരിക്കുന്നത് ഭരണം. കാരണം അദ്ദേഹം പറയുന്നത് എന്താ, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്ന് തന്ന് എന്നെ അകത്തേക്ക് ക്ഷണിച്ചാൽ ഞാൻ അവരോട് കൂടി അകത്ത് വരികയും അത്താഴം കഴിക്കുന്നു. സത്യത്തിൽ നേരത്തെ കഴിക്കാൻ അത്താഴം കഴിക്കാത്ത വീടല്ലേ നമ്മുടെയൊക്കെ. നാളത്തെ പ്രശ്നം ഓർത്താൽ ഇന്നത്തെ അത്താഴം കഴിക്കാൻ പറ്റും. ഇന്നത്തെ അത്താഴത്തിന് മുമ്പ് നടന്നിട്ടുള്ള വാക്കുതർക്കങ്ങളും പ്രശ്നം ഓർത്താൽ ഇന്നത്തെ അത്താഴം സന്തോഷമാവോ? ആവോ? അപ്പൊ യേശുവിനോട് കൂടെ അത്താഴം കഴിക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. യേശുവിനോട് കൂടി അത്താഴം കഴിക്കാൻ തീരുമാനിച്ച ആ നാളുകൾ മുതൽ യേശുവിന്റെ വീട്ടിൽ അപ്പൻ്റെ കൂടെ അത്താഴം കഴിക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു, അമ്മയുടെ കൂടെ അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞു, നാട്ടുകാരുടെ കൂടെ അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞു, വഴിയിൽ നടക്കുന്നവരുടെ കൂടെ അത്താഴം കഴിക്കണമെന്ന് പറഞ്ഞു. യേശു എൻ്റെ വീട്ടില് എല്ലാവരെയും സ്വീകരിക്കാൻ സാധ്യത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ എന്തോരം സ്നേഹം പാലിക്കൊണ്ട് കൊടുത്താലും ദോഷം സംഭവിക്കില്ല എന്ന് എൻ്റെ ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതവും എനിക്ക് മനസ്സിലായതാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിന്റെ ആത്മീയ വളർച്ച എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നമ്മളൊക്കെ ഒരു കുടുംബത്തിന്റെ ആത്മീയ വളർച്ച മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ തന്നെ അച്ഛൻ എന്നെ 3-4 പേരെ ചൂണ്ടിക്കാണിച്ചു തന്നു. വേറൊന്നും പറഞ്ഞിട്ടില്ല, പരിചയപ്പെടുത്തില്ല, ചൂണ്ടിക്കാണിച്ചു തന്നു. ഇവരൊക്കെ ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന്. അത് നിങ്ങളിങ്ങനെ മൗനം പാലിക്കുന്ന ആളുകൾ ആരുടെ മുഖത്തൊരു ചിരിച്ചു തലക്കാണെന്നല്ല. അപ്പൊ അച്ഛൻ എന്നെ പരിചയപ്പെടുത്തി ഈ കാണുന്നവരൊക്കെയും ഈ പള്ളിയായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താവശ്യമുണ്ടെങ്കിലും പള്ളിയിലേക്ക് ഓടി വരും. അപ്പൊ അച്ഛനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ എങ്ങനെ കണ്ടിരിക്കുന്നു? പള്ളിയുമായി ബന്ധപ്പെട്ട് അച്ഛന് സമാധാനം കൊടുക്കുന്ന വ്യക്തികൾ. അതേ സമാധാനം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്കോ നിങ്ങളുടെ ഉള്ളിലേക്കോ ഒന്ന് ചൂണ്ടി നോക്കിയാൽ അതേ സമാധാനം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടുകളെ പരിശോധിക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തിക മേഖലകൾ, നിങ്ങളുടെ ജോലി മേഖലകൾ, മക്കളുടെ മേഖലയിലൊക്കെ അതേ സമാധാനം ഉണ്ടെങ്കിൽ
നമ്മളെല്ലാവരും അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലേക്ക് ഇവിടെ വന്നിട്ട് വേണേ അങ്ങോട്ട് പോകാം. ആദ്യം ഇവിടെ വരണം അല്ലേ? അങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? നിന്റെ രാജ്യം വരണം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലാവും. ഇപ്പൊ സുവിശേഷകരൊക്കെ പറഞ്ഞു സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്? ഹല്ലേലൂയ പറയുന്നു, കൈയടിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? കൈയടിക്കണം, ഹല്ലേലൂയ പറയണം. അപ്പൊ നിങ്ങളൊക്കെ പലരും പറഞ്ഞു ഞങ്ങളൊക്കെ ആർത്തന്മാരായിട്ട് കൈയടിച്ചിട്ടില്ല, അതൊക്കെ കൊട്ടിപ്പാട്ടുള്ളവരോട് ഞങ്ങളുടെ ഇടവകയൊന്നും അത് നടക്കില്ല, അതൊക്കെ കുറ്റിപ്പാട്ടുകാരോട് പോയിക്കോ, വേണമെങ്കിൽ എങ്ങനെയൊക്കെ അങ്ങോട്ട് പോയിക്കോ. അങ്ങനെ സഭയിൽ രണ്ട് രീതികൾ വന്നു. ഒന്ന് കുറ്റിപ്പാട്ടുകാരും, മനസ്സിലായില്ല, ഒന്ന് പാടാത്തവർ. അപ്പൊ പാടുന്നവർ പറഞ്ഞു നിങ്ങൾ പാടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് സമാധാനമില്ലാത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയിലൊന്നും പാടി നോക്കിയേ. പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ചെന്നൊന്ന് പാടി നോക്കി. പാടിയപ്പോഴും എൻ്റെ എന്തൊരു സന്തോഷം, എന്തൊരു ആഹ്ലാദം, എന്തൊരു ആനന്ദം. ഇത് തന്നെ ദൈവരാജ്യം എന്ന് വിചാരിച്ചു. ഇത് തന്നെയാണ് ദൈവരാജ്യം. ചിലർ പറഞ്ഞു പള്ളി പണിയുന്നു, മതിൽ കെട്ടുന്നു, സ്ഥലം വാങ്ങുന്നു, അതിൻ്റെ എല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നു, അച്ഛന്മാരെ വീട്ടിൽ വിളിച്ച് ചോറ് കൊടുക്കുന്നു, ആ സദ്യ നടത്തുന്നു, ആണ്ട് നടത്തുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ദൈവരാജ്യം. എന്നാൽ പൗലോസ്ലീഹ ദൈവരാജ്യത്തിനൊരു നിർവചനം പറഞ്ഞു. റോമാലേഖനം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ദൈവരാജ്യം എന്ന ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. കണ്ടോ? റോമർ 14:17 വായിച്ചു. ഇവരെല്ലാവരും ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. അപ്പൊ ദൈവരാജ്യം ഇങ്ങോട്ട് വരണമേ എന്ന് നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ച അതേ പ്രാർത്ഥന നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ഇടവകയിൽ നമ്മളായിട്ട് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവും ഉണ്ടാകണം എന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്. അപ്പൊ ഭാര്യയിൽ നിന്ന് ഭർത്താവിന് എന്ത് കിട്ടണം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം ഉണ്ടാകും. ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് എന്ത് കിട്ടണം? നീതിയും. നിങ്ങളൊന്നും അങ്ങനെ ആഗ്രഹിക്കണില്ലേ? ഇത്തിരി നീതി കിട്ടാൻ നിങ്ങളുടെ വീട്ടിലെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് ഇത്തിരി നീതി കിട്ടാൻ നിങ്ങൾ ഒതുക്കിണ്ടാവില്ലേ? അത് നിങ്ങളിങ്ങനെ നീതി കിട്ടിയിട്ട് അങ്ങ് അറ്റം പോയി ഈ നീതി ആർക്കെങ്കിലും കൊടുത്താൽ മതി. അതിന് മാത്രം നീതിയാണ് എനിക്ക് കിട്ടിയേക്കണമെന്നുള്ളത് ആരെങ്കിലും ഇടാതിരിക്കണം. ഇയാൾക്ക് തെറ്റുപറ്റി, ഇയാളെ പ്രസംഗിക്കേണ്ട വിഷയത്തിലായിരുന്നു. ഞങ്ങളിതൊക്കെ ഒത്തിരി ഈ നീതിയൊക്കെ മടുത്ത് ആർക്കെങ്കിലും കൊടുക്കാനായിട്ട്, അതിലൂടെങ്കിലും കൊടുക്കാനായിട്ട് ഇരിക്കണം. മട്ട് കണ്ടപ്പോൾ അങ്ങനെ തോന്നും. ഇരിപ്പ് അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കുന്നതിന് കാരണം സ്വയം നീതീകരിച്ചിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില വല്യമ്മമാർ പറയും, ഈ പ്രാർത്ഥനാക്കാർ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രാർത്ഥനാക്കാർ എപ്പോഴും ആളുകളോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ട്, അത് പൂർവിക ശാപാണെന്ന് പറഞ്ഞു. എന്താണ് കുടുംബത്തിലെ പ്രശ്നം? പൂർവിക. അപ്പോൾ ഏകദേശം 10-11 വയസ്സായ അമ്മമാർ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ പിന്നെ കാണുമ്പോഴൊക്കെ പറയും, ഇന്നാണ് ആ ബ്രദർ പറഞ്ഞു ആരുടെയൊക്കെ ശാപം ആർക്കും അറിഞ്ഞുകൂടാ. ഞാനെൻ്റെ ഇവിടെ എന്നെ കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഞാനൊരു പാപം ചെയ്തതായിട്ട് എനിക്കറിയാം. ഇനി ആ ചേച്ചിയുടെ അമ്മായിയമ്മ 75-80 വയസ്സ് 90 വയസ്സായിട്ട് ആ അമ്പച്ചൂടി വെച്ചാൽ ആ അമ്പച്ചു പറയും എന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ടൊരു 10-11 കൊല്ലായി ഞാനായിട്ടൊരു പാപവും ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടാമത്തെ മരുമോള് നിങ്ങളെ വന്നിട്ട് പറഞ്ഞു കേട്ടു, കാരണന്മാരുടെ ശാപവും പാപമൊക്കെയാണ്
ഈ ഉപദേശം തെറ്റിച്ച് ആ കുടുംബത്തെ തെറ്റിച്ചെന്ന് കൂട്ടിയത്. കാരണം എന്താ? ഉപദേശി പറഞ്ഞത് സത്യമാണ്, പക്ഷെ ഏറ്റെടുക്കാൻ ആരും ഇല്ല. കാരണം എല്ലാവരും ആരാ? ഞാനായിട്ട് ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ ഞാൻ ഇടഞ്ഞിട്ടുണ്ടല്ലോ. നാളെ രാമച്ചനോട് പറഞ്ഞു, എന്ത് ആഹാരം തന്നാലും ഒരു കുത്തുവാക്ക് പറയാതെ അവിടെ തരില്ലാന്ന്. അപ്പൊ ഞാൻ എന്താണ് കുത്തുവാക്ക്? എന്നോട് ചെയ്ത കാര്യം ഓർത്ത പച്ച വെള്ളം തരാൻ തോന്നുന്നു. പക്ഷെ ഞാനീ പള്ളിയിൽ പ്രവർത്തനമായിട്ട് നടക്കുന്നതുകൊണ്ട്, ഈ സുവിശേഷത്തിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങോട്ട് ക്ഷമിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? ആർക്കറിയുള്ള എന്ത് ചെയ്ത്? ഞാൻ എൻ്റെ ഓർമ്മയിലൊന്നും ചെയ്തിട്ടില്ല. ഒരു മരുമോളെന്നോട് പറഞ്ഞു, തള്ള ചെയ്ത കാര്യങ്ങളുടെ ഓർമ്മയുണ്ടോ? എല്ലാ ഉപദേശിമാരും അമ്മമാരുടെ കൂടെയാണല്ലോ, അപ്പന്മാരുടെ കൂടെയാണല്ലോ. അവര് കൊടുക്കണില്ല, മക്കള് ചെലവിന് കൊടുക്കണില്ല, മക്കൾ ഉപേക്ഷിച്ചേക്കണോ? അയ്യോ, ഇപ്പൊ വല്യപ്പന്മാരും കാണുമ്പോ അച്ഛന്മാര് തോളയിലിട്ടുകൊണ്ട് നടക്കുന്ന പോലെയാണ്. മരുമക്കൾക്കില്ലാത്ത കുറ്റമുണ്ടോന്നൊക്കെ ചോദിച്ചാൽ എന്നോട് ഒരു ചേച്ചി ഇങ്ങനെ ഭയങ്കരമായിട്ട് തട്ടിക്കുകയാണ്. ഞാൻ സമാധാനത്തിൽ ചോദിച്ചു, എന്താണ് ഇങ്ങനെ എന്നോട് ചൂടാവാൻ? അല്ല, നിങ്ങളൊക്കെ പ്രസംഗിക്കാൻ നടക്കണവരല്ലേ, ഞങ്ങളാണല്ലോ ആ കുഴപ്പക്കാര് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ട് വർത്താനം പറയാൻ തോന്നിയതാണ്. അമ്മ എന്ന് പറഞ്ഞു, അമ്മ പറഞ്ഞു, ഇവിടെ എനിക്ക് എന്നോട് മിണ്ടിയിട്ട് എന്നെ അമ്മയെന്ന് വിളിച്ചിട്ട് വർഷങ്ങളായി, കെട്ടിക്കൊണ്ടുവന്ന ആ കൊല്ലം വിളിച്ചെങ്കിൽ കൊടുക്കുന്നു. പിന്നെ ഇവിടെ എന്നോട് അമ്മയെന്നൊന്നും അമ്മയമ്മ വിളിച്ചിട്ടില്ല. ആഹാരമൊന്നും തരില്ല. ആഹാരമൊക്കെ തരുന്നത് മകൻ പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളാനാണ്. അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത് കഴിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഈ അമ്മയോട് ചോദിച്ചു, എന്ന് തുടങ്ങിയാണ് ഇങ്ങനെ ഈ അകലം വന്നതെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് ഒന്നും ഓർമ്മയില്ല. ഒരു 75 വയസ്സുള്ള അമ്മയ്ക്ക്. എന്നാൽ അമ്മയുടെ പിള്ളേരെ കെട്ടിച്ചേക്കുന്ന കാര്യവും കൊച്ചുമോൻ അമേരിക്കയ്ക്ക് പോയിട്ടുള്ള കാര്യം, അവൻ ഇങ്ങോട്ട് അയച്ചു തന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി ഓർമ്മയുണ്ട്. ഈ മരുമോള് എന്ന് പിണങ്ങി എന്നുള്ള ഒരു കാര്യം, ഒരു ഓർമ്മയും, മരുമോളുടെ കാര്യം കിട്ടുമ്പോഴത്തേക്ക് അമ്മ ഒരു ഓർമ്മയില്ല. ഇങ്ങനത്തെ അമ്മമാരും ലോകത്തുണ്ടെന്ന് എനിക്ക് പിന്നെ എൻ്റെ അമ്മയൊക്കെ 66 വയസ്സുള്ളപ്പോൾ മരിച്ചതുകൊണ്ട് എൻ്റെ ഭാര്യയൊക്കെ എന്തെങ്കിലും ഒരു അമ്മയെ കുറിച്ച് പറയണതല്ലാതെ ഞാൻ അമ്മയുടെ കയ്യിലുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടായിരുന്നു കൂട്ടിക്കാമ്മയോട്. അങ്ങനെയാണ്. ചിലപ്പോൾ മക്കൾക്ക് കാരണന്മാരോട് സ്നേഹം കൂടിയ മരുമോൾ പറഞ്ഞൊന്നും മകവെക്കൂല ആണുങ്ങൾ. മനസ്സിലായില്ല? അത് മനസ്സിലാക്കണം. അത് അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് നമ്മളോട്, നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത സൈഡിലുള്ളവരോട്, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരോട് നീതിയും സമാധാനവും പുലർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്നവരല്ല. പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടാതെ നമ്മൾ ദൈവമക്കളാകുകയില്ല. ദൈവമക്കളാകാതെ ആരും ദൈവത്തോടുകൂടെ വസിക്കുകയില്ല. മനസ്സിലായോ? ഈ വചനം നിങ്ങൾ എല്ലാ ദിവസവും ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇന്നലെ രാത്രി അച്ഛനോട് പറഞ്ഞു, ധ്യാനത്തിന്റെ ശരിക്കും ആവശ്യമില്ല. ഇവിടെ ദേവാലയത്തിലേക്ക് വന്ന ഒരാള് ഒന്ന് മുകളിലേക്ക് നോക്കാൻ ഈ 2 കാര്യമാണ് കാണുന്നത്. ഈ 2 എഴുത്ത്, അത് വായിക്കാനുള്ള അറിവും അത് മനസ്സിലാക്കാനുള്ള ചിന്താശേഷി ഉണ്ടെങ്കിൽ ധ്യാനത്തിന്റെ ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവ് കുറഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യം. എന്നുവെച്ചാൽ അച്ഛനും ജീവിക്കാനുള്ള തൊഴിലായി, എനിക്കും ജീവിക്കാനുള്ള ഒരു തൊഴിലായി എന്ന് പറഞ്ഞാൽ ചിലർ വീട്ടിലൂടെ ജീവിക്കും. അപ്പൊ ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവൂലേ? ഇന്നലെ ആ ബ്രദർ പറഞ്ഞു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നത് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നാപയോഹന്നാന്റെ അടുത്ത് തന്റെ ശിഷ്യന്മാർ കുറച്ചു പേരെ പറഞ്ഞു, നീ യോർദാൻ നദിയിൽ വെച്ച് ആരും സാക്ഷ്യപ്പെടുത്തിയോ അയാളും കൂട്ടും അപ്പുറം നിന്ന് സ്നാനപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതാ ശരി? നീയും സ്നാനപ്പെടുത്തുന്നു, ജലത്താൽ അവൻ സ്നാനപ്പെടുത്തുന്നു,
അല്ലേ? ഇവരോട് പാടാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ചാടി എഴുന്നിട്ട് പാടും. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം, ആശ്രയിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. അപ്പൊ വിശ്വസിച്ചാൽ മഹത്വം കാണുന്നു, വിശ്വസിച്ചാൽ നിത്യജീവൻ കിട്ടുന്നു. പക്ഷെ അനുസരിക്കുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് യേശുക്രിസ്തു പറയുന്നത് പോലെ ജീവിച്ചില്ലെങ്കിൽ നിത്യജീവൻ കാണുകയില്ല. മാത്രമല്ല ദൈവത്തിന്റെ ക്രോധം എന്നേക്കും. അങ്ങനെയല്ലേ വായിച്ചത്? ഒരു വായിച്ചു ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ആ ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ദേവാലയം പുതുക്കിപ്പടുത്തപ്പോഴാണെങ്കിൽ അതിന് മുമ്പാണെങ്കിൽ ഒത്തിരി ശിക്ഷകൾ കേട്ടിട്ടുണ്ടല്ലോ. ഈ വാർത്തകളൊക്കെ വായിച്ചിട്ടും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ ഒരു സന്തോഷമോ സമാധാനമോ അനുഭവിക്കുന്നില്ല എങ്കിൽ കാരണം നമ്മൾ ആത്മീയരാകുന്നില്ലെങ്കിൽ, കാരണം എന്തായാലും പ്രിയമുള്ളവരെ, നമ്മൾ ഈ പുത്രനെ അനുസരിക്കുന്നില്ല. പുത്രനെ ആരനുസരിക്കുന്നോ അവരുടെ നീതിയുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ പരിശുദ്ധാത്മാവിലുള്ള ആനന്ദമുണ്ടാകും. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ പറഞ്ഞ നല്ലതാ. കടം അടച്ചു കിട്ടുമെന്നാണ് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞു അല്ലേ? ഇവരൊക്കെ പ്രഭാതത്തിൽ തന്നെ പള്ളിയിൽ വരുന്ന പാടുന്നൊരു പാട്ടുണ്ട്. നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവിനാൽ നിർത്തരുത്. നിർത്തരുതെന്ന് പറയുമ്പോൾ ഒരുപാട് തുടങ്ങിയിട്ടില്ല. ഞങ്ങളുടെ പള്ളിയിൽ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിൽ അതൊന്നും തുടങ്ങിയിട്ടില്ല. അവര് നിർത്തരുത്. നിർത്തരുത്, നീതിയോടെ എന്നെ വിധിക്കരുത്. ഞാൻ കടമുള്ളവനാകുന്നു, എന്റെ കടമെല്ലാം എന്നോട് ചോദിച്ചാൽ എന്റെ അവകാശം തീനായി. ജീവനിൽ നിന്ന് കണ്ണിന് മൗനം പോയിടും. നരകയോഗ്യമായ ജീവിതത്തിന്റെ ആളുകളായി മാറും. അപ്പൊ ഹല്ലേലൂയ സ്തുതി ഞാൻ ഒരിക്കലും നിർത്തരുത് എന്ന് പിതാക്കന്മാർ ചൊല്ലിയ സഭയാണ്. ഞാനിവിടെ ഹല്ലേലൂയ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ തിരിച്ചു മറുപടി പറയണം. അപ്പൊ ഒന്നാൾ അവരൊക്കെ കളിയാക്കിയത് പിന്നെ ഒരു മോശം ആവൂലേ? നമ്മളെ കളിയാക്കിയിട്ട് എപ്പോഴും ഹല്ലേലൂയ പറഞ്ഞോ? ആ പള്ളി ചെന്ന് നോക്കിയേ എന്ന് പറഞ്ഞിട്ട് വില പിടിച്ചു. അങ്ങനെയൊന്നും വില പിടിക്കണ്ട. വില പിടിച്ചിട്ട് എത്രാമത്തേക്ക് ഒരു ഭയങ്കര തീരാവുന്ന വില കിട്ടുന്നൊക്കെ അവിടെ ഹല്ലേലൂയ പറഞ്ഞത് ഒരു തെറ്റൊന്നും ഞാൻ തീരുന്നു. ചേർന്നെല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ അനുസരിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവനെ കാണുന്നില്ല. അപകടങ്ങളുടെ എന്തിനൂടെ ജീവിച്ച് നമ്മൾ മരിച്ചിറക്കുന്നവരുടെ കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് യാത്രയായിരിക്കും. അങ്ങനെയല്ല, ഈ ലോകം കഷ്ടതകളും ദുഃഖങ്ങളും നിറഞ്ഞ ഈ ലോകത്ത് നിന്ന് യാത്രയായിരുന്ന ഈ ആത്മാവിന് ആകാശ സഞ്ചാരത്തിൽ എന്ന് പറഞ്ഞാൽ വായുമണ്ഡലങ്ങളിൽ ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനകളിൽ നിന്ന് കാത്തുകൊള്ളും. അപ്പൊ ഇവിടെ കട്ടതയാകുന്നു, അവിടെ കട്ടത. ഒരു ചേട്ടൻ സ്വർഗത്തിലേക്ക് പോയ അനുഭവത്തിൽ നരകത്തിൽ നിന്നുകൊണ്ട് ഭയങ്കര കൊട്ടുംപാട്ടൊക്കെ പോകും. അവിടെ തന്നെ ഡിസ്കോ ഡാൻസ്, മറ്റു സംഭവങ്ങളെല്ലാം വലിയ വെളിച്ചം, എല്ലാ കാര്യങ്ങളും. ഇന്നത്തെ കാലത്ത് അതിന് പറഞ്ഞ DJ പാർട്ടി കണ്ടില്ലേ? അങ്ങനത്തെ ഒരു പാർട്ടി താഴെ നടക്കുകയാണ്. അപ്പൊ ഈ ചേട്ടൻ ചോദിച്ചു, അവിടെ താഴെ എന്താ സംഭവം ചോദിച്ചു. മോളിൽ എപ്പോൾ ചെന്നാലും ഹല്ലേലൂയ. പുള്ളി ചെന്നപ്പോൾ പത്രോസിനെ കൂട്ടുകൊണ്ട് പോകുമ്പോൾ ഹല്ലേലൂയ 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 സ്തോത്രം. അത് വെളിപാട് പുസ്തകപ്പെട്ട പെരുവെള്ളത്തിന്റെ എരച്ചിൽ പോലെയാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, പെരുവെള്ളത്തിന്റെ എരച്ചിലൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഞങ്ങളൊക്കെ എരച്ചിൽ കാണാൻ ഇവിടെ നാട്ടിൽ നിന്ന് വരികയാണ്. നിങ്ങളിത് സ്ഥലം കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്കാത്തതാണ്. ഞങ്ങൾ ഇന്നാളും കൂടി രാജകുമാരിക്ക് പോയപ്പോ അവിടെ വെള്ളം ചാടുന്നു. ആര് വണ്ടിയിലിരുന്നൊരു പെണ്ണുങ്ങളൊക്കെ പറഞ്ഞത് വെള്ളം ചാടും. അങ്ങനത്തെ വെള്ളമൊന്നും ഞങ്ങളുടെ മലയാളത്തിലൊന്നും ചാടുന്നു. ഉള്ള ദൂരം വരെ പറ്റും. മറ്റൊരു തോട്ടിലൊക്കെ പോയി ചാടുകയാണ്. പിന്നെ ഈ വാർത്തകളെ കൊണ്ടൊക്കെ ചങ്ങാടൊക്കെ ഉണ്ടാക്കി ചാടലും തുള്ളലൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറ്റും. അപ്പൊ പെരുവെള്ളത്തിന്റെ
തുതിപ്പാണ് നടക്കുന്നത്. ഈ പുള്ളിക്കാരൻ ഈ താഴെ ഇട്ട് നോക്കുമ്പോൾ ഒരു DJ പാർട്ടി, നല്ല ലഹരിയുടെ മണങ്ങൾ, ഭയങ്കര സംഭവം. പുള്ളി പത്രോസിനോട് പറഞ്ഞു, അവിടെ പോകാൻ അനുവദിക്കുമെന്ന് ചോദിച്ചു. ഇല്ലില്ല, അവിടെ വാതിലില്ല, അവിടെ വിട്ടാ അവിടെ കണ്ടുകൊണ്ട് വരാൻ പറ്റില്ല. ഇല്ല, പോകാൻ പറ്റില്ല, പോയിട്ട് പെട്ടെന്ന് വരാമെന്ന്. അവരെല്ലാവരും അവിടെ വിളിക്കേണ്ടത് വലിയ സ്നേഹത്തിലാണല്ലോ വിളിക്കണം. നമ്മൾ പോയി നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഓരോ ഹോട്ടലുകാരും ഇങ്ങനെ ഫുഡിന്റെ സമയത്ത് ഇങ്ങനെ സ്റ്റോപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് വിളിക്കുക, ഇവിടെ വാ ഇവിടെ വാ. ഒരു അര കിലോമീറ്റർ ഇടവിട്ടിട്ട് ഫുഡ് ശാലകളുണ്ട്. അപ്പോ എവിടെയാണ് വണ്ടി എടുത്തിട്ടുള്ള ആലോചന. ഈ പുള്ളി പറഞ്ഞത് ഇതുപോലെ അവർ വിളിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. പുള്ളി പത്രോസുകാരെ കൈവെട്ടിച്ച് പോയി. ഞാൻ നാട്ടിലിരുന്നപ്പോൾ വീട്ടിലിരുന്നപ്പോൾ മരുമകൾക്കൊക്കെ അവിടെ ഉപദേശിക്കാൻ പറഞ്ഞു, സ്തുതിച്ചാലാണ് ചോദ്യം, സ്തുതി തന്നെയാണ്. ഒരു സിനിമ പോലും കണ്ടിട്ട് അപ്പോഴാണ് ഈ നരക ഈ സ്വർഗത്തിന്റെ തൊട്ട് ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഇതിവിടെ വെച്ചേക്കുന്നത്. ഒന്ന് കണ്ടിട്ട് വരണം, കണ്ടാൽ പിന്നെ തിരിച്ചു കേട്ടില്ല. പുള്ളി വന്ന് തിരിച്ചു കേട്ടിട്ടും വേണ്ടില്ല, ഇത് കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പുള്ളി താഴ്ച ഇറങ്ങിപ്പോയി. അവിടെ ചെന്നപ്പോ ആദ്യം സ്വീകരിച്ചു കൊടുത്തു. രണ്ടാമത്തെ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോ ഈ പോലീസ് പിടിക്കണ പോലെയാണ്. പോലീസ് ആളെ പിടിക്കാൻ വീട്ടിൽ വരികയാണെങ്കിൽ സമാധാന പോലീസുകാരെ കൊടുത്തിട്ടുണ്ട്, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഇപ്പം തന്നെ വിട്ടേക്കാണ്, ഇപ്പം തന്നെ വിട്ടേ. പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നു, അവിടെ ഇരുത്തിയായി, ഇവിടെ ഇരുത്തിയായി, പിന്നെ കസേര ഇരുത്തിയായി, പിന്നെ ജയിലിലായി, അഴിക്കുള്ളിലാക്കി, പിന്നെ 3 ദിവസത്തേക്ക് അവിടെ ഇട്ടില്ല, പിന്നെ ഉരുട്ടലായി കൊത്തിലായി, എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് കുത്തി കെട്ടി അവസാനം ജയിലിൽ ചെന്ന് കഴിയുമ്പോഴാണ്, റിമാൻഡായി കഴിയുമ്പോഴാണ് ജാമ്യത്തിൽ നമ്മളൊക്കെ അന്വേഷിച്ചല്ലെന്ന് പറഞ്ഞ പോലെയാണ്. ആദ്യത്തെ വാതിൽ സ്വീകരണം ഉണ്ടാകുന്നു, രണ്ടാമത്തെ വാതിൽ കടന്നു കുറച്ച് തർക്കമെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പുള്ളിയുടെ പരമാവധിന്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഫ്രണ്ടിൽ കണ്ട സന്തോഷമൊന്നും അകത്തേക്ക് കയറുമ്പോൾ ഉണ്ടായിട്ട് ഓരോ സ്ഥലത്തും ഉപദ്രവിച്ചാണല്ലോ എത്തിയെന്ന് പറഞ്ഞപ്പോ പ്രധാന ഗുരു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ മുൻവശത്ത് കണ്ടത് ഞങ്ങളുടെ പരസ്യമാണെന്ന് പറഞ്ഞു. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആ പരസ്യം. അതുകൊണ്ട് ഈ പരസ്യം കണ്ടൊന്നും പോകാം അല്ലേ. നമ്മൾ നിങ്ങളെ പണിക്ക് എത്ര മണിക്കാണ് ഇവിടെ പാട്ട് പാടാൻ കുർബാനയ്ക്ക്? ഞങ്ങളൊക്കെ പള്ളിയിലൂടെ ഞങ്ങൾ പാടുന്നതല്ലോ. രാജത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ ആ വഴി ഗമനം കാക്ഷിപ്പോ അത്യുത്സാഹമവർച്ചം അലസതലേശം ഭാവിച്ച അശുഭ വഴിക്കു വശം വദന സാത്മതേ. രാജ്യത്തിന്റെ വാതിൽ ഇടുങ്ങിയതാണ്, വീതി കുറഞ്ഞതാണ്. ആരെങ്കിലും ആ വഴിയിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്യുത്സാഹം ആവശ്യമാണ്. അല്പാലസ്യം അലസതലേശമുണ്ടായാൽ അശുഭ വഴിയിലൂടെ വശബദ്ധനായി സ്വാത്മാത്തെ സ്വയം ആത്മാവിനെ കൊല്ലുക. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം. ഞാൻ ഈ കണ്ണൂര് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരമ്മച്ചിയോട് പറഞ്ഞത് എങ്ങനെയാണ്, ഒരു ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കഴിഞ്ഞ് പുറത്തേക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൗൺസിലിംഗ് വന്നിട്ട് അപ്പോൾ അമ്മച്ചി പറഞ്ഞ് ആ അമ്മച്ചിന് 18 വയസ്സിലെ കല്യാണം കഴിക്കണം. എന്നാലും അമ്മച്ചി ദൈവത്തോട് പ്രാർത്ഥിച്ചത് 2 നേരത്തെ പുഴുക്കും 1 നേരത്തെ കഞ്ഞിയും എൻ്റെ കർത്താവ് എനിക്ക് തരണം, ഇതില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കുടിയേറ്റ മേഖലയാണ്. നിങ്ങളൊക്കെ അതിന് പ്രാർത്ഥിക്കുന്നത് എനിക്കറിയില്ല. 2 നേരത്തെ പുഴുക്കും എന്ന് പറഞ്ഞാൽ കാലത്തും വൈകുന്നേരം പുഴുക്ക്, ഉച്ചയ്ക്ക് ഇത്തിരി കഞ്ഞി, ഇത് കിട്ടണം. അമ്മച്ചിയുടെ പ്രാർത്ഥന ദൈവം കേട്ട് അമ്മച്ചിയുടെ ദൈവങ്ങൾ അനുഗ്രഹിച്ചിട്ട് അമ്മച്ചിക്ക് സ്വന്തം പേരിൽ ഭർത്താവ് മരിക്കുമ്പോൾ സ്വന്തം പേരിൽ 2 ഏക്കർ എടുത്തോട്ട് എഴുതി വെച്ചു. മക്കൾക്കെല്ലാം 4-5 ഏക്കർ വെച്ചത്. അമ്മച്ചി മരിച്ചു കഴിയുമ്പോൾ 2 ആമക്കളാണ്, 2 പേർക്ക് 1 ഏക്കർ വീതിച്ചെടുത്തു. അമ്മയുടെ ചെലവിന് വേണ്ടി 2 ഏക്കർ വെച്ചത്. അമ്മച്ചി ഇപ്പം പറഞ്ഞതറിയാമോ, അന്ന് എന്നോട് പറഞ്ഞു
ഇത്തിരി സമാധാനം കിട്ടില്ല. ഒരു റബ്ബറും വേണ്ട, ഒരു റബ്ബറും വേണ്ട, ഒരു ഷീറ്റും വേണ്ട. ആ പൊതി ആ കവറും കൊണ്ട് മുകളിലത്തെ മുറിയിലേക്ക് അവൾ പോകുമ്പോൾ അവൾ എന്നോട് വേണ്ടണ്ട, ആ കൊച്ചിനോട് ചോദിക്കണ അമ്മയ്ക്ക് വേണമെന്ന് ചോദിച്ചത്. അതുപോലെ കൊച്ചെല്ലാം കൈ കുറച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ എന്നോട് മമ്മി കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ, എന്നോട് മമ്മി കൊണ്ടുവന്ന് എന്ന് ചോദിക്കുമ്പോൾ അത് അൽഫാമാണ്. അപ്പം അമ്മയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തയ്യുന്നില്ല, എല്ലാവർക്കും ഉള്ളത് ഉണ്ടായില്ല, മമ്മിക്കും ഉണ്ടായില്ല. ഞങ്ങൾ വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവന്നതാണ്. അമ്മച്ചി പറഞ്ഞു അവൾ കുറ്റം പറഞ്ഞിട്ടില്ല, അവൾ പണിയെടുക്കുന്ന കാശുണ്ടെങ്കിൽ കുടുംബമാണ്. എൻ്റെ മോനല്ലേ ഇതിനൊക്കെ കാരണം. അവൾ കള്ളം കുടിച്ച് കച്ചവടം ചെയ്ത് എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഞാൻ അവളെ കുറ്റം പറഞ്ഞു. എന്നാലും അവൾക്ക് തിന്നാനും കുടിക്കാനും ആഗ്രഹമുണ്ടായിട്ട് വേണ്ടോളം തരും. എന്നാലും ഒന്ന് ചോദിക്കാനും എന്ത് അവള് വേണ്ടണ്ട, കൊച്ചിനെ വിട്ടെങ്കിലും ചോദിപ്പിക്കാമായിരുന്നു. വെറുതെ ഒന്ന് ചോദിച്ചത് കേട്ടോ, അമ്മയ്ക്ക് വേണമെന്ന്. ആ മരുമോള് ആ അമ്മച്ചി എന്നോട് പറഞ്ഞ ഈ അമ്മച്ചി അന്നത്തെ അമ്മച്ചി കാര്യം ഞാൻ പറഞ്ഞില്ലേ, അമ്മച്ചിക്ക് ഒന്നും ഓർമ്മയില്ല. അപ്പൊ അമ്മച്ചി പറഞ്ഞു മരുമോളോട് ഞാനിങ്ങനെ ഓരോന്ന് ചോദിച്ചപ്പോൾ മരുമോള് പറഞ്ഞു കല്യാണം കഴിച്ചുകൊണ്ടെന്ന് അതേ വർഷം തന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഗർഭിണിയായി. 4 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ കൊയ്ത്ത് വന്നപ്പോൾ നാട്ടിലെ കൊയ്ത്ത് എന്നൊക്കെ പറഞ്ഞ സ്പീഡല്ല. കൊയ്യുക, മെതിക്കുക, ഉണക്കുക, ഒഴുങ്ങുക ഒക്കെ അങ്ങനെ സ്പീഡായ കാര്യം. ഒരു ദിവസം ഒരു 3 പറ നെല്ല് അളന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു വൈകുന്നേരം തളപ്പിക്കണം. പിറ്റേ ദിവസം രാവിലെ പുഴുങ്ങണം. എന്നിട്ട് കോരി ഉണക്കി 2:30 ആവുമ്പോഴേക്ക് കൊണ്ടുപോയി കുത്തിച്ചാലാണ് അന്നത്താഴത്തിനും പിറ്റേ ദിവസത്തെ പണിക്കാർക്കും കഞ്ഞി കൊടുക്കാൻ ഉണ്ടാകും. അപ്പോൾ ഓടുമേഞ്ഞ വീടിൻ്റെ ഫ്രണ്ട് വശം ഒത്തിരി മെച്ചപ്പെട്ടപ്പോൾ 2 മുറി വാർത്തെടുത്തിട്ട് ആ വാർക്കയുടെ വെള്ളം ഉണക്കുക. ഒരു സൈഡിൽ കോണി കൊടുത്തു. ഈ 4 മാസം ഗർഭിണിയായ ഈ കന്നി ഈ പെൺകുട്ടി ഈ നെല്ല് മുഴുവൻ കൊത്തി ഇറക്കി ഇതെല്ലാം ചെയ്ത് ഉണക്കി സൈക്കിളെ കൊണ്ടുവന്ന് കർത്താവ് സൈക്കിളിലേക്ക് വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ കണ്ടൊരു കാര്യമുണ്ട്. പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടുവന്ന മകളോട് അമ്മ ഇതൊന്നും പറയുന്നു. മിറ്റടിക്കാൻ പറയുന്നില്ല, ചൂലെടുക്കാൻ പറയുന്നില്ല, വൈക്കോൽ കുത്താൻ പറയുന്നില്ല, നിരത്താൻ പറയുന്നില്ല, നെല്ലുണങ്ങിയൊന്നും നോക്കാൻ പറയുന്നില്ല. എൻ്റെ പിള്ളേർ ക്ഷണിച്ചു വന്നല്ലേ മോളെല്ലാം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ചോദിച്ച് പരക്കാത്തതുകൊണ്ട് അന്നേരം ഈ വഴി ഈ സ്ത്രീക്ക് തോന്നി, ഈ പെൺകുട്ടിക്ക് തോന്നി നമ്മളോട് ഇത്രയൊക്കെ സ്നേഹം. പിന്നെ ഒരു കാര്യം കൂടി മരുമോട് പറഞ്ഞപ്പോ ഇത് സുവിശേഷത്തിൽപ്പെട്ടതാണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം കൂടി മരുമോട് പറഞ്ഞു. അമ്മയ്ക്ക് ഏകമല്ല, ഒരിക്കലും അമ്മയ്ക്ക് ഈ ഭാര്യ ഭർത്താവേയും മരുമകനും മകളും തമ്മിൽ ഒരുമിച്ചിരുന്ന് മകനും മരുമകളും ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ആകാർത്തിച്ചിന് വേണ്ടി അത്താഴത്തിന്റെ സമയത്താണ്. ഭർത്താവ് പാടത്ത് പണിക്ക് പോകുന്നു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, കൃഷി 4 ഏക്കർ കൃഷിയുണ്ട്, അതിലൊക്കെ ചെയ്തു വരുന്നു. ആകെ ഇവരെല്ലാം ഭയങ്കര ബഹളമായാണ്. ആകെ ഇത്രയൊരു വർത്താനം പറയാൻ പറ്റുന്നത് ഈ നേരത്താണ്. അപ്പൊ അമ്മ നാളത്തെ കാര്യത്തിൽ എൻ്റെ പേര് വിളിച്ചിട്ട് മോൻ്റെ നാളെ അത് ചെയ്യാനിട്ടുള്ള ഇത് ചെയ്യാനിട്ടുള്ള അങ്ങനെ അവർക്ക് കൊലക്കേട് ഉണ്ടാകും. ഇതിങ്ങനെ പോയി ഈ മകന് ഡിഗ്രി കഴിക്കുന്ന പിള്ളേരുണ്ടായിട്ടും അമ്മ ഈ പണി നിർത്തിയിട്ടില്ല. ഇത് പണി ഈ മകനും തമ്മിൽ മിണ്ടും നടന്ന് അവരെന്തെങ്കിലും വേണ്ടിക്കോട്ടെ നമ്മളെ മാറിയിരിക്കാന്നുള്ള പണി അമ്മ നിർത്തിയിട്ടില്ല. അപ്പൊ ഈ മകനോട് അവതരിച്ച് ഭർത്താവിനോട് ഈ കാര്യമൊന്നും പറഞ്ഞതെന്ന് വെച്ചപ്പോ ഭർത്താവിനോട് എന്നും പറയും. ഭർത്താവ് പറയും ഈ തള്ള എത്ര ദിവസത്തേക്ക് കിട്ടും, ഈ അമ്മ എത്ര ദിവസത്തേക്ക് കിട്ടും, ഈ പ്രായമായ ഈ അപ്പനുമില്ലാതെ അപ്പനുണ്ടാകുന്ന സമയത്തോ കള്ളുകൂടി ഇടിയും തൊഴിലാണ്. അപ്പൊ അപ്പനുമില്ല.
ഞങ്ങളൊക്കെ കണ്ടില്ലേ അമ്മ എത്ര നാളത്തുന്നുണ്ട്. അപ്പൊ ഈ മരുമോൾ പറഞ്ഞത് എന്നെ കെട്ടിക്കൊണ്ടുവന്ന് അന്ന് തുടങ്ങി ചേട്ടൻ ചോദിക്കുകയാണെങ്കിൽ എത്ര നാളത്തിനാണ്? ഇപ്പൊ 32 ഇനിയും ഇത് ഇവിടുന്ന് പോകുന്നു തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ മനുഷ്യനോട് മിണ്ടലും നിർത്തി. ഇടക്കാലം കൊണ്ട് സ്നേഹമൊക്കെ പ്രകടിപ്പിക്കും. സ്നേഹമില്ല, കെട്ടിയോ സ്നേഹിക്കില്ല, കെട്ടിയോട് മിണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇടക്കാലം കൊണ്ട് ഇത്തിരി സ്നേഹിക്കാന്ന് വെച്ച് എന്തെങ്കിലുമൊക്കെ ഭക്ഷണം വിളമ്പിക്കൊള്ളുന്ന അത്താഴത്തിന് കൊടുക്കുമ്പോ അപ്പൊ തന്നെ അമ്മച്ചി ഓടി വന്നിട്ട് എടാ നിനക്ക് ഈ കൂട്ടാൻ ഇഷ്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അമ്മച്ചിയുടെ പേര് കടന്നു. അപ്പൊ തന്നെ അനുമോൾ ഇതിലെ ഇറങ്ങി അപ്പുറത്തേക്ക് പോയി. ഞാൻ അവനോട് പറഞ്ഞ എന്റെ പൊന്നെ സ്നേഹിത, അമ്മയോട് പറയേണ്ട സമയത്ത് അമ്മയോട് പറയാനും ഭാര്യയോട് പറയേണ്ട സമയത്ത് ഭാര്യയോട് പറയാനുള്ള ഒരാർജവമാണ് പൗരുഷം എന്ന് പറയുന്നത്. ഓരോരുത്തരും നിർത്തേണ്ട അടുത്ത് നിർത്തുക. അമ്മ ഇപ്പോ എന്തിനാ അമ്മ അത്താഴോട് പോയി അമ്മയ്ക്ക് വിശ്രമിക്കാൻ പാടില്ല? ഞങ്ങൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് പണിയെടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇത്തിരി ഒരു വർത്താനം പറയാതിരിക്കുമ്പോഴത്തേക്ക് അമ്മ ഓടി വന്നിട്ട് എന്തിനെങ്ങനെ വെള്ളമുണ്ടെങ്കിൽ അപ്പൊ അമ്മ വന്നിരുന്നാൽ അവള് പോയി എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം അമ്മ എത്ര കാലത്തേക്കുണ്ട് ചോദിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ കുറച്ച് കാലത്തേക്ക് പുള്ളി ധൈര്യമൊക്കെ എടുത്ത് ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഏതാണ്ട് വലിയ തെറ്റില്ലാതെ പോകണമെന്നൊക്കെയാണ് കേൾക്കാനിടയായി. അപ്പൊ പ്രിയമുള്ളവരെ, അവരവർക്ക് കിട്ടേണ്ട നീതി കിട്ടാതെ വരുമ്പോൾ അവിടെ അസമാധാനം. യേശു മലയിൽ പ്രസംഗിച്ചതെന്ന് പറയുന്നത് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തെന്നാണ് ദൈവമക്കളെന്ന് നമ്മളെന്താ പറയണേ? ഇത്തിരി സമാധാനം ആരെങ്കിലും ഉണ്ടാക്കി തരികയാണെന്നില്ലേ? ഇത്തിരി സമാധാനം കിട്ടുകയാണെങ്കിൽ എന്നെ കെട്ടിക്കൊണ്ടുവന്നിട്ട് ഇത്ര വർഷമായി, ഞാൻ കല്യാണം കെട്ടിട്ട് ഇത്ര വർഷമായി, ഈ അപ്പനമ്മയ്ക്ക് ജനിച്ചിട്ട് ഞാൻ ഇത്ര വർഷമായി, ഇത്തിരി സമാധാനം നിങ്ങൾ ആരെങ്കിലും എനിക്ക് വന്നിട്ടുണ്ടോ? ഉണ്ടോ? എനിക്ക് തന്നിട്ടുണ്ടോ? പിന്നെ എവിടെ സമാധാനം കിട്ടണേ? ഇത്തിരി കള്ളു കുടിക്കുമ്പോൾ സമാധാനം കിട്ടുന്നുണ്ട് അല്ലേ? ഒരു വലിയപ്പൻ ഒരച്ഛന് പെരകെടുത്ത താമസം, അച്ഛന് വീട് ഉദാശമാണ്. അപ്പൊ അച്ഛന് പെരയിലേക്ക് ആവശ്യമായ ആ വലിയപ്പന്റെ പള്ളിയിൽ അച്ഛൻ ശിശുവിടുന്നു. അപ്പൊ അച്ഛന് ആവശ്യമായ ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട്, ഫർണിച്ചർ വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞ സാധനങ്ങളൊന്നും എത്തിച്ചേർന്നില്ല. അപ്പത്തിനിങ്ങനെ ഭയങ്കരമായിട്ട് സ്പീഡിൽ നടക്കണം. സിഗരറ്റ് ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊന്നും ചമാശൊന്നുമല്ല, സാധാരണ എനിക്ക് പറ്റിയുണ്ടാവും. ഞാൻ ചോദിച്ചു എന്തെങ്ങനെ തിരക്ക് പിടിച്ചാണെന്ന് ചോദിച്ചപ്പോൾ വാച്ച് കാണിച്ചു. 7 മണി എന്ന് പറയുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇതിപ്പോ 7 കടക്കാരൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നില്ല. ഇത് വെയിറ്റ് വിട്ടാലാണ് നാളെ ഉദാസിക്കുമ്പോൾ വീട്ടിലേക്ക് പറഞ്ഞില്ലല്ലോ എത്തുള്ളൂ. അപ്പൊ എന്നോട് ഇതിന്റെ കൂടെയുള്ള ആള് പറഞ്ഞു അത് പറ്റിയല്ല കാര്യം. പുള്ളി 7 മണി കഴിഞ്ഞിട്ട് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത്താഴത്തിന് മുമ്പായിട്ട് 2 എണ്ണം വിടും. ചേട്ടന്മാർക്ക് മനസ്സിലായില്ലേ? മനസ്സിലാക്കോ? 2 എണ്ണം. അത് പുള്ളിക്ക് സ്ഥിരമുള്ളൊരു പ്രക്രിയ. ആര് നോക്കിയാലും തെറ്റാണോ? പള്ളിയുടെ ബാപ്പാണ്, അച്ഛന്മാരെ സഹായിക്കുന്നു, പൈസ തെറ്റുണ്ട്. പത്മജനോട് ഞാൻ ഒരിക്കലും സംസാരിക്കാൻ പറഞ്ഞു, ഒരു ഉറക്കം നന്നായിട്ട് കിട്ടണം. രാവിലെ ഭയങ്കര ഒരു ഉറക്കം കിട്ടണമെങ്കിൽ ഇത് 2 ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു സന്ധിക്കപ്പോ ഈ 7 മണിക്ക് എന്താ പ്രാർത്ഥിക്കണേ? അപ്പൊ ഞാൻ അപ്പൊ തന്നെ 2 പേരും പാടിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന്. രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ ഇവിടുന്ന് അധികം
രാവിലെ ഉറങ്ങുമ്പോൾ അരികിൽ കാവലിനിക്കായി തിരുരക്തം നിന്നുടെ രൂപത്തിന് സദാ. അപ്പൊ രാത്രി ഉറങ്ങാൻ ഈ തിരുരക്തം ഉണ്ടെങ്കിൽ സാധിക്കൂലേ? അല്ലേ? ഈ തിരുരക്തത്തിലേക്ക് വരില്ല. പള്ളിയുടെ മുറ്റത്തേക്കുള്ള വരും, പള്ളിയുടെ കാര്യങ്ങളെല്ലാം നടത്തും, പള്ളിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യും. അച്ഛനോട് ദേഷ്യപ്പെടരുത്, നീ ആലപ്പിടിക്കാൻ പ്രസംഗിക്കാൻ വിളിക്കാതിരിക്കുകയും ചെയ്യരുത്. ഞാൻ മതകാലം പ്രാർത്ഥിച്ച ദൈവമേ, ഈ പ്രസംഗം കൊണ്ട് ഈ ഹൈറേഞ്ച് മേഖല മുഴുവൻ പള്ളിയിൽ പ്രസംഗിക്കാൻ എൻ്റെ പൊന്നു മാതാവേ ഒരു വഴി ഒരുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ താഴ്ത്തോട്ട് ഇറങ്ങി പോകുന്നതിന് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് എന്നോട് വൈരാഗ്യം തോന്നരുത്. രാവിലെ ഉറങ്ങുമ്പോൾ കാവലിനിക്കായി തിരുരക്തം നിങ്ങളുടെ രൂപത്തിന്റെ തിരുരക്തത്തിലേക്ക് വരില്ല. തിരുരക്തത്തിലേക്ക് വന്നാലാണ്, തിരുരക്തത്തിന്റെ അനുഭവം ഉണ്ടായാലാണ് നീതി എന്താണെന്നും സമാധാനം എന്താണെന്നും തിരിച്ചറിയുന്നത്. അംഗപടങ്ങുന്നതിൽ നിൻബലമെന്നെ കാക്കണമേ, എന്റെ ഉറക്കം നിന്നരികിൽ ധൂപം പോലെയും ആകണമേ. അമ്പട് നിന്നെ പ്രസവിച്ചോരമ്മയുടെ പ്രാർത്ഥനയാൽ എൻ ശയനത്തിന്മേൽ രാവിൽ ദുഷ്ടനെടുക്കാറാകരുത്. എൻ ദുരിതത്തിൻ പരിഹാരം നൽകിയ നിന്റെ ബലിയാലേ എന്നെ ഞെരുക്കിയിടാതെ മഹാ ദുഷ്ടനെ നീ മാറ്റിയിടണമേ. അടുത്താണ് എഴുതിയിരിക്കുന്നത്. നിങ്ങളുടെ വാഗ്ദാനം കൃപയാൽ എങ്കരഹോ നീ നിറവേറ്റി, നിന്റെ വിശാലൻ ജീവനദി മംഗളമോടും. ഒരു തുള്ളി കുടിക്കേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെ ചട്ടം കുടിച്ചെന്ന് ചോദിച്ചാൽ എന്താ പറഞ്ഞേ? കുടുംബത്തൊരു ഒരു ചോദ്യമില്ല. അമ്മേനെ കളയാൻ പറ്റും, കെട്ടിയോളെ കളയാൻ പറ്റും. നിങ്ങളുടെ കാര്യം കേട്ടോ. ഞങ്ങൾ ഈ നാട്ടിലെ സുവിശേഷം പറഞ്ഞ് നടക്കുമ്പോ ചില വീടുകളിലൊക്കെ പ്രശ്നം പറയുമ്പോൾ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞ ആരെങ്കിലും കളയാൻ പറ്റും ഉണ്ട്. അപ്പൊ ആരുള്ളവരെ എളുപ്പമാർഗം എന്ന് പറയുന്നത് ഇത് രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്നുറങ്ങാം. എളുപ്പം 4 മണിക്ക് കത്തി എടുത്തുകൊണ്ട് പോവുക. റബ്ബർ വെട്ടാനാണെങ്കിൽ റബ്ബർ വെട്ട്, പണിക്കാണെങ്കിൽ പണി. തിരിച്ചുപാടുള്ളടത്തൊന്നും പ്രശ്നമില്ല. കാരണം എന്താ? അവിടെ സമാധാനമുണ്ട്. കാരണം ഈ കാരണന്മാരെ മുന്നോടില്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെയാണ് ഫ്ലാറ്റ് എടുത്തു, വേറെ വീട് വെച്ചു. ഞാനായിട്ട് പണിത വീട്. അപ്പം 30-35 കൊല്ലമായിട്ടുള്ള ഒന്നും കേടുപാടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ചെറുക്കൻ ഒരേ നിർബന്ധം, പുതിയ മോഡൽ ഒരെണ്ണം പണിമ പണിത് വന്നപ്പോ ഒരു 1.5 കോടി രൂപയായി. ഞാൻ പിന്നെ ഒന്നും വേണ്ടിയില്ല, പണിത്. പിന്നെ ഞാൻ നോക്കിയപ്പോ ഞാനായിട്ട് പണിതതാണ്. ഇനിയിപ്പോ ഈ പുതിയതിലേക്കൊക്കെ പോയി മെനകടന്നാക്കാം. നമ്മുടെ ഉള്ള ജയജമ്പത്തിനോട് ഇതുമ്പോ തന്നെ അവസാനിപ്പിച്ച മതി എന്ന് വിചാരിച്ച് ഞാൻ പോയില്ല. ഞാൻ പോകാൻ അവളും പോയില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സന്തോഷത്തെ, അവരവരുടെ സന്തോഷത്തെ. ഇത്തിരി സാമ്പത്തിക ശേഷിയുള്ളവരൊക്കെ സമാധാനം കണ്ടെത്തിയിരിക്കുന്നത് ഈ മാർഗത്തിലൂടെയാണ്. അപ്പോഴും ഞങ്ങളെപ്പോഴും ഉപദേശികൾക്ക് വെച്ചാൽ ഒന്നാലും എൻ്റെ ദൈവമേ, ആ കാരണന്മാരെ ഇട്ടിട്ട് ആ മക്കൾ പോയല്ലോ. മനസ്സിലായി? എങ്ങനെ നിൽക്കും ഈ കാരണന്മാരുടെ കൂടെ? ഈ 4 മണി നെല്ല് പൊഴുങ്ങി തലയിൽ വെച്ച് കൊടുത്തിട്ട് ഇത് നാളെ 4 മണിക്കുള്ളിൽ കുത്തി വന്നാലാണ് അത്താഴത്തിനുള്ളതെന്ന് പറയുന്ന ഈ അമ്മച്ചി 35-40 കൊല്ലം മുമ്പ് ചെയ്തൊരു കാര്യം ഞാൻ ഓർക്കണില്ല എന്ന് പറയുകയും ഇപ്പോഴും ഈ ചട്ടക്കയിലിട്ട് കുത്തി നിനക്ക് ഇട്ടാലെന്ന് വെച്ചിട്ട് ഈ കുത്രക ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ കൂടെ ഈ മകൾ അങ്ങനെ താമസിക്കും. നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവരൊരു വീട്ടിലായിരുന്നല്ലോ. പിള്ളേർ വലുതായപ്പോൾ പിള്ളേർ പറഞ്ഞു, മമ്മിയുടെ കട്ടപ്പാടുകളൊക്കെ പറഞ്ഞു, ഇനി മമ്മി ഇനി ഒരു വകയ്ക്കും എടുക്കണ്ട, അമ്മ എന്ത് പറഞ്ഞാലും എന്തിനങ്ങോട്ട് പറഞ്ഞോളാം. പപ്പയുടെ ഈ തണുപ്പ സ്വഭാവമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ പിള്ളേർ വലുതായപ്പോൾ പിള്ളേരുടെ സപ്പോർട്ട് കൊണ്ട് ഇപ്പൊ എന്തായി മാറി? ഇടയ്ക്കിടയ്ക്ക് ഒരു എതിര് പറയാം. അപ്പൊ അമ്മ എന്താ പറയുന്നത്?
പണ്ട് ഒന്നും ഉണ്ടായിരുന്നു പാവാണ്. ഇപ്പോഴോ ഇപ്പൊ അവൾക്ക് മക്കളൊക്കെ അവിടെ വലുതായി കഴിഞ്ഞപ്പോ ഇതിലും കൂടിയായി. ഈ അച്ഛനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ അമ്മമാർ വന്നിങ്ങനെയൊക്കെ നിലവിളിക്കുമ്പോൾ മുഴുവൻ സംഭവം ശരിയാണെന്ന് വിചാരിക്കരുത്. ഒരൊറ്റ ചെറുപ്പക്കാരൻ പള്ളി കിട്ടൂല. ഇവരൊക്കെ വരും. ഇവർക്കിപ്പോ പള്ളിയിലേക്ക് ജീവിതമൊന്നുമില്ലാത്ത രീതിയിലാണ്. ഇന്നിപ്പോ ഞായറാഴ്ച പള്ളി കൊണ്ടത് വയ്ക്കലോണെന്ന് അത് കഴിയാണ്ട് കഴിഞ്ഞ ആഴ്ച മുഴുവൻ പണിക്കാരനെ ചേർന്നിട്ട് ഒരു പണിക്കാരനുണ്ട്. ഞായറാഴ്ച വന്നിട്ട് 5 പേര് വരാന്ന് പറയുന്നത്. ഇന്നിവിടെ അരി വെക്കാറുണ്ട്, അത് വെക്കാറുണ്ട്, ഒന്ന് പള്ളി പോയാൽ ശരിയാവില്ല എന്ന് പറയുന്ന കുടുംബത്തിലെ പെണ്ണുങ്ങളൊന്നും പള്ളി കിട്ടൂല. കാരണം അവര് പണ്ടില് വരുമ്പോ പറഞ്ഞ പോലെ വീട്ടില് അപ്പനൊരു കാര്യം, മൂത്തവർക്ക് വേറെ കാര്യം, പിന്നെ സ്കൂളിൽ പോണ പിള്ളേർക്ക് വേറെ കാര്യം, പിന്നെ പണിക്കാർക്ക് വേറെ കാര്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് 10-10 ആകുമ്പോഴത്തേക്കും പണിക്കാരുടെ കൂടെ പറമ്പിൽ പോകും. പിന്നെ കയറി വരുമ്പോ വല്യാപ്പം തുടങ്ങി എല്ലാവർക്കും കുളിക്കാൻ വലിയ ട്രമ്മ് തന്നെ മൺകലമുണ്ട്, വലിയ കലം. ഈ തണുത്ത സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ. ഞാൻ ഒത്തിരി സ്ഥലം പോയിട്ട് കർണാടക അങ്ങനെയൊക്കെ ഈ കുടിയേറ്റ മേഖലകളൊക്കെ അങ്ങനെ. അപ്പോൾ ഉത്തരവ് അതിങ്ങനെ വലിയ കുട്ടി വിറകെല്ലാം തള്ളിക്കയറ്റി ഒരു 2-2.5 മണിക്കൂർ ഇങ്ങനെ തളച്ചുകൊണ്ടേയിരിക്കും. നല്ലൊരു 20 അംഗങ്ങളുള്ള കുടുംബത്തിൽ എല്ലാം കുടിച്ചു തീരുമ്പോഴത്തേക്കും ഒരു നേരം കുരിച്ചു വെക്കാൻ പോലും ആർക്കും നേരമില്ല. ഈ 25 മുതൽ 50 വരെ പ്രായത്തിലുള്ളവർക്ക് കുരിച്ചു വെക്കാൻ കാരണന്മാർ ഉറങ്ങാൻ പോകണം, അവർക്ക് കുരിശു വരയ്ക്കാൻ പോകണം. വേണമെങ്കിൽ വന്ന് കുരിശു വരയ്ക്കും. അല്ലെങ്കിൽ പണ്ടത്തെ ഒരു കുരിശു വരയ്ക്കൊന്നും ഇപ്പോഴും ഇല്ല. ആ ചേച്ചിയോട് പറഞ്ഞ് ഇതെല്ലാം കറിയുണ്ടാവും, ഓരോരുത്തർക്കും ഓരോ കറി. ഒരൊറ്റയാളെ പണ്ടിട്ടില്ല, ഇതിനൊക്കെ കുറെ പേരൊക്കെ 2 വശം കേട്ടാൽ എല്ലാവരെയും മനസ്സിലാക്കിയാണ്. എല്ലാവരുടെ ഉള്ളിലും പോരായ്മയുണ്ട്, എല്ലാവരുടെ ഉള്ളിലും പോരായ്മയുണ്ട്. എല്ലാവരെയും മനസ്സിലാക്കി നന്നായി പെരുമാറാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും. അതുകൊണ്ടാണ് പൗരസഭ കൊലീസിനോട് പറഞ്ഞത്, ഭാര്യമാരെ യുക്തമായിരിക്കുന്നവരെ പശുക്കാലുള്ള ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക. കീഴ്പ്പെടുക എന്ന് പറഞ്ഞാൽ അടിമയായിരിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. വിധേയപ്പെടുക. ഭർത്താക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. നിങ്ങൾ അവരോട് കടുതലായിരിക്കണം. മക്കളുടെ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ എല്ലാ കാര്യത്തിലും അനുസരിക്കണം. നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ പ്രീതികരമാകുന്നു. പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ മനോവേദനപ്പെടാതിരിക്കുന്നത് അവരെ നിങ്ങൾ കോപിപ്പിക്കും. പാലാ സെന്റ് തോമസ് കോളേജില് ഡിഗ്രിക്ക് ചേർന്ന ഒരു പയ്യൻ 2ാം വർഷം അവൻ പഠിത്തം ഉഴപ്പി, പഠിത്തം പൂർണ്ണമായില്ല. അവനുകൊണ്ട് അപ്പം ധ്യാനത്തിന് വന്നു. അവനിങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ പള്ളിയിൽ പോകുന്നില്ല, മാതാപിതാക്കന്മാർ അനുസരിക്കുന്നില്ല. കാരണങ്ങൾ അപ്പനിങ്ങനെ നിർത്തി. ഞാൻ ആ പയ്യനെ വിളിച്ചിട്ട് അവനോട് ചോദിച്ചു, കാരണം എന്താ? അവൻ പറഞ്ഞു, അപ്പന് മക്കളെ ഇഷ്ടം പണമല്ലേ, പണം. വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, ഞാൻ അപ്പന്റെ കൊതിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അപ്പൻ പാലായിൽ കുടിയേറി കണ്ണൂർ ജില്ലയിൽ പോയാണ്. നാട്ടിലെ അപ്പന്റെ ചേട്ടന്മാരും അനിയന്മാരുടെ മക്കളൊക്കെ നന്നായി പഠിക്കുന്നു. അപ്പൊ അപ്പൻ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് എന്നെ പാലായിൽ പഠിക്കാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഇയർ സ്ഥലം മാറിയിട്ട് വന്നതിന് എന്തുകൊണ്ടോ കാരണം എനിക്ക് ഒരു വിഷയത്തിൽ ഞാൻ തോറ്റു. എഴുതിയെടുക്കാവുന്ന കാര്യമാണ്. പാലായിൽ ബസ്സിൽ ഏറ്റുമാനൂർ ടൗണിലെ ബസ് സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞപ്പോ കണ്ണൂർക്കുള്ള വടക്കോട്ടുള്ള ഒറ്റ ബസ് വന്നു. ബസ്സാണെങ്കിൽ തിങ്ങി നിറഞ്ഞിങ്ങനെ വന്ന് നിർത്തി ഏറ്റുമാനൂർ സ്റ്റാൻഡിൽ വന്ന് ബസ് കയറുമ്പോ കണ്ണൂർക്കുള്ള ബസ്സിൽ അനൗൺസ്മെന്റ് വന്നു. അപ്പനും ഇവനും കൂടി ഓടാനായിട്ട് തയ്യാറായി ബസ്സിലേക്ക് കയറാൻ. അപ്പൊ അപ്പൻ ഇവന്റെ സൂട്ട് കേസ് അവധിക്ക് വീട്ടിൽ പോണതാണ്. പിന്നെ മകൻ 2 കൊട്ട എടുത്തുള്ള രീതിയിലാണ്. അപ്പൊ ഇവൻ പറഞ്ഞു, ചാച്ചാ സൂട്ട് കേസ് എടുത്തോളാം, തിരക്ക് വണ്ടിയിലേക്ക് കയറരുത്. ചാച്ചന്റെ പ്രായം വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ചാച്ചാ സൂട്ട് കേസ് എടുത്തോളാം.
അപ്പൊ അപ്പൻ ഒരു ഡാഷ് കിട്ടിയിട്ട് പറഞ്ഞു, ഇവിടെ കയറാൻ വേണ്ടി നിനക്കൊക്കെ മുടക്കണം പണത്തിന്റെ പകുതി കനമില്ല ഈ സൂട്ട്കേസ്. നിനക്കൊക്കെ മുടക്കുന്ന പണത്തിന്റെ പകുതി കനമില്ല. അവൻ ഏറ്റുമാനൂർ തുടങ്ങിയ ബസ്സില് സീറ്റ് കിട്ടിയിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞേ. അവന്റെ ചിന്തയാ മുഴുവൻ എന്നെ സ്നേഹിക്കാനല്ലോ ചാച്ചന് കഴിഞ്ഞത്. ഞാൻ ചാച്ചനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സൂട്ട്കേസ് ഞാൻ എടുത്തോളാന്ന് പറഞ്ഞത്. വീട്ടിലുള്ള പെട്ടിയാണ്. ചാച്ചൻ എന്നെ സ്നേഹിക്കുന്നത് എന്നെ വലിയവനാക്കി പണമുണ്ടാക്കി ചാച്ചൻ എല്ലാവരുടെ മുമ്പില് വലിയ ആളാണ്. എനിക്കതിന് കഴിവില്ല. അപ്പൊ എനിക്ക് വേണ്ടി മുടക്കിയ പൈസയെല്ലാം വെറുതെ. അവനോടൊപ്പം അവന് ചാച്ചനോട് ദേഷ്യമാണ്. ചാച്ചൻ നന്നാക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞപ്പോ ഞാൻ ചാച്ചനെ കുറിച്ച് സംസാരിച്ചു. മക്കളെ പ്രകോപിപ്പിക്കരുത്. മാതാപിതാക്കളുടെ മക്കൾക്ക് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നത്. നമ്മുടെ കുടുംബം തന്നെയാണ്. അല്ലെങ്കിൽ ഇന്നലെ ആ ബ്രദർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആകെ 2 പേർക്ക് ആയത് ഒരു കുടുംബം. അപ്പനോ അവരെ തെറ്റിയില്ല പറഞ്ഞു. ആരാണ് നിന്നോട് ഈ പണത്തിന്റെ പറഞ്ഞത് ചോദിച്ചത്? ഭാര്യ തന്നാന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. ഭാര്യയോട് ചോദിച്ചപ്പോൾ പാമ്പ് തന്നാന്ന് പറഞ്ഞു. 3 കൂട്ടരെ ദൈവം ശിക്ഷിച്ചു. അവിടുന്ന് പുറത്തു പറഞ്ഞു. പിന്നെ മക്കളുണ്ട്. വേദനയോടെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ വേദനയിൽ ഒരാളെ കൊല്ലുന്നു പറയുമ്പോൾ അല്ലേ? അപ്പൊ ആ വേദനയിൽ നമുക്ക് ആത്മാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ ഇടപെട്ടു. കൊല്ലണ്ട എന്ന് പറഞ്ഞു. കൊല്ലണ്ട. അവൻ കൂട്ടാക്കിയെന്നാണെന്നല്ലേ ആ പ്രസംഗത്തിൽ പറഞ്ഞ കായനോട് പറഞ്ഞില്ലേ, പാപം നിന്റെ വാതിൽക്കൽ ഇരിക്കുന്നു, അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കും. അടുപ്പുറയുള്ളവരെ, നമ്മുടെ ജീവിതത്തിലൊക്കെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ ചിന്തിക്കണം. ഞാൻ ഒളിച്ചോടിയപ്പോൾ കാര്യമായോ? ഞാൻ എൻ്റെ അമ്മായിയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമായോ? ഞാൻ എൻ്റെ മരുമകളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമായോ? ഒളിച്ചോടി ആ കർത്തന് വേണ്ടിയിരുന്ന് നക്കലാണെന്ന് വിളിച്ചു വല്ല കാര്യമായോ? ഞാൻ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? ഞാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടിയിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. കാരണം ഞാൻ എവിടെ പോകുന്നു അവിടെയെല്ലാം അറിയുന്നു എൻ്റെ കർത്താവ് എന്നെ അറിയുന്നു. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ എവിടെയെങ്കിലും കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാകാൻ ഇടയാകാത്ത രീതിയിൽ ഏതെങ്കിലും ഒളിച്ചോട്ടം നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ആവശ്യമില്ലാതെ തിരിച്ചറിവില്ലാതെ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടി ലഹരി പാനീയങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ട്. കുടിച്ചിട്ട് വരുന്ന ഭർത്താവിനെ കുറിച്ച് അമ്മയും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ അടികൂടിയിട്ടുണ്ടോ? നിങ്ങൾ ഭക്തമകനല്ലേ? എങ്ങനെ കുടിക്കാതെ സമാധാനം മനുഷ്യർക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ഞാൻ എന്റെ പിള്ളേർക്ക് സമാധാനം കൊടുക്കാതെ നിന്നെ കേട്ടിട്ടുണ്ടോ? അന്ന് തുടങ്ങിയാണ് എന്റെ പിള്ള ചീത്തയായത്. ഈ അടിയും തൊഴിയല്ലാതെ ഇട്ടി പള്ളിയിൽ വരുമ്പോഴൊക്കെ കേട്ടോ, പള്ളിയിൽ വരുമ്പോൾ കഞ്ഞിയുടെ ഗുണവും പള്ളിയുടെ സമാജവും പള്ളിയുടെ പ്രവർത്തനങ്ങളും എല്ലാം ഭയങ്കര ആക്റ്റീവ്. 4 പ്രാവശ്യം അച്ഛനെ കണ്ട് സന്തോഷിച്ച് നല്ല വർത്താനം പറഞ്ഞു കഴിഞ്ഞ് മരിച്ചു കിടക്കുമ്പോൾ അച്ഛനൊരു പ്രസംഗം നടത്തും. ഈ അമ്മച്ചനെ പോലെ ആയിരിക്കണം. മനസ്സിലായ? ആരെ പോലെ കിടന്നു? ഈ അമ്മച്ചനെ കണ്ടു പഠിക്കുന്നു. അച്ഛൻ പറയണെന്താ? ഈ അച്ഛനെ കണ്ടു. അച്ഛന്മാരെ കണ്ടപ്പോൾ ബഹുമാനിച്ചു. അച്ഛന്മാര് വന്നപ്പോൾ കഞ്ഞി കൊടുത്തു. അച്ഛന്മാര് വന്നപ്പോൾ ചായ കൊടുത്തു. എല്ലാം വിശ്വസിച്ചു. ഒരു വലുമ്മ എന്തോ ആഹാരം കട്ടി വയറ്റ് പിടിക്കാതെ കഴിച്ച് 3-4 പ്രാവശ്യം വയറിളക്കി ആരോഗ്യം ക്ഷണിച്ചു. അപ്പൊ മക്കൾ വിചാരിച്ചു ഇപ്പം തന്നെ പോകുമായിരിക്കും വിചാരിച്ച് തൈലാഭിഷേകം കൊടുത്തു. ഇത് കൊടുത്ത വഴിയിൽ വലുമ്മ ചാടി കയറി പോകും. തൈലാഭിഷേകം കൊടുക്കാനായിട്ട് ചെല്ലുമ്പോ അച്ഛനെ കണ്ടപ്പോ വെല്ലുമ്മേ വെല്ലുമ്മേ എന്ന് വിളിച്ചു. മൂളി. എന്നിട്ട് അച്ഛന്റെ പേരോട്ട് അച്ഛനാണ് വെല്ലുമ്മക്ക് പ്രാർത്ഥിക്കാമെന്നാണ്. അപ്പൊ ആ മൂളി വരുമ്പോ ചോദിക്കണം
വിചാരിച്ച് വല്യമ്മ ഇപ്പൊ തന്നെ പോകുന്നു. പക്ഷെ വല്യമ്മ അച്ഛനോട് ചോദിച്ചു, അപ്പൊ ഈ അച്ഛൻ എന്ത് പ്രസംഗിക്കും? വല്യമ്മ മരിച്ചു കിടക്കുമ്പോ അച്ഛൻ പ്രസംഗിക്കും. ഞാൻ വല്യമ്മയ്ക്ക് തൈലാഭിഷേകം കൊടുക്കാൻ വന്ന സമയത്ത് അച്ഛനെ കുറിച്ച് ചിന്തയുള്ള ഒരു അമ്മച്ചി ആയിരുന്നു. എന്റെ പൊന്നച്ഛൻ അങ്ങനെയൊന്നും പറയരുത്. ആ മരുമോള് പള്ളിയിൽ വരില്ല. തന്നോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരുമായിട്ട് വല്ല ചിന്തയുണ്ടോന്ന് നോക്കണം. അവിടെ ന്യായവും നീതിയും സമാധാനവും. ഹാലലൂയ. ഒരു വാക്കും കൂടി പറഞ്ഞിട്ട് അവസാനം ഞാൻ കുറിച്ച് കൊണ്ടുവന്നു. അബ്രാഹാമിനെ അറിയില്ല, അബ്രാഹാം പിതാവ് അല്ലേ? ഇനി നമ്മൾ കട്ടാൻ വാഴ്ചയിലേക്ക് കടക്കുമ്പോൾ കട്ടാൻ വാഴ്ചയുടെ ചൊവ്വാഴ്ച പ്രഭാത പ്രാർത്ഥനയില് പിതാക്കന്മാരെങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അബ്രാഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഭാഗം ഒരു പ്രാർത്ഥന. കട്ടാൻ വാഴ്ചയിലെ ചൊവ്വാഴ്ചയുടെ പ്രഭാത പ്രാർത്ഥന. സാറ അബ്രാഹാമിനോട് പറഞ്ഞതെന്നാൽ, എന്റെ ഏകജാതനെ നീ എവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് വെളിവാക്കുക. എനിക്കത് വിശദീകരിച്ച് തന്നതിന് ശേഷം അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവൻ അവളോട്, എനിക്കും എന്റെ കർത്താവിനും പൈതലിനും ഇടയിൽ ഒരു രഹസ്യമുണ്ട്. സമാധാനത്താലെ വസിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അവൾ അവനോട്, സമാധാനത്താലെ നിങ്ങൾ പോകുവിൻ, കർത്താവ് നിന്റെ കാഴ്ചയെ കൈക്കൊള്ളട്ടെ. നല്ലൊരു കുടുംബത്തിന് സ്വന്തം മകനേക്കാൾ അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാൻ ദൈവം അബ്രാഹത്തിന്റെ വിശ്വാസത്തെ, സ്നേഹത്തെ പരിശോധിക്കുന്നു. അബ്രാഹാം അത് ഒരു കുഞ്ഞിനോടും മിണ്ടാതെ അത് ദൈവത്തിന് മാത്രമുള്ളതാണ് എന്ന് സമ്പൂർണ്ണമായ സമർപ്പണം എന്ന് വിചാരിച്ചുകൊണ്ട് വിറകും തീയും കെട്ടൊക്കെ എടുക്കുന്നു. അബ്രാഹാമിന്റെ ഭാര്യയുടെ ഏകജാതനായ മകൻ ഇസ്മായിൽ ഉണ്ടായിട്ടും അബ്രാഹാം തൃപ്തനായതാണ്. പക്ഷെ സാറ തൃപ്തിയായില്ല. സാറാക്ക് ഒരു സമയത്ത് കാകാലത്തിന് കുഞ്ഞുണ്ടായാൽ തൃപ്തി വരുമെന്നാണ് പറഞ്ഞത്, പക്ഷെ തൃപ്തിയായില്ല. അപ്പോൾ ഇസഹാക്കിനെ സാറ പ്രസവിച്ചു. ഇസഹാക്കിന്റെ പരിച്ഛേദന ദിവസമായപ്പോൾ കാകാലിനെ പുറത്തു കടത്തി. അങ്ങനെ താലോലിച്ച് തന്റെ ഏകമകൻ എന്നുള്ള ചിന്തയിൽ സന്തോഷത്തോടെ കൊണ്ടു നടക്കുമ്പോൾ എന്തോ വീട്ടിലൊരു രഹസ്യം. അപ്പൊ സാറ ചോദിക്കുകയാണ്, എന്താണ് രഹസ്യം? നിങ്ങൾ അപ്പനും മോനും റെഡിയാകുന്നുണ്ടല്ലോ, എന്താണ് രഹസ്യം? അപ്പോൾ അപ്പം പറയാണ്, എനിക്കും മകനും നിനക്കും തമ്മിൽ ഇടയിൽ പറയാൻ പറ്റാത്ത ഒരു രഹസ്യം. ഈ രഹസ്യമാണ് നമ്മൾ സ്വീകരിച്ചത്. അല്ലെ? നമ്മൾ പ്രസംഗമായിട്ട് കുർബാന സ്വീകരിക്കുമ്പോൾ അങ്ങനെയല്ലേ പാടുന്നത്? നമ്മൾ പാടാറില്ലേ? രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യമെനിക്കും എൻ വീട്ടുകാർക്കും. അങ്ങനെ വ്യക്തിപരമായി അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ദൈവത്തോട് രഹസ്യം ഉണ്ടായിരിക്കട്ടെ. ആ ദൈവത്തോട് രഹസ്യം പുലർത്തുന്നവർക്ക് മറ്റുള്ളവരുടെ രഹസ്യത്തെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുവാനും അവിടെ നീതിയും സമാധാനം സ്ഥാപിക്കാനും കഴിയും. അങ്ങനെ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം നിന്ന് ഓടിയൊളിക്കരുത്. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഞാനിവിടെ നിർത്തട്ടെ. ഞാൻ, എൻ്റെ ഭാര്യ, ഞങ്ങൾക്ക് 2 മക്കള്, 2 പെൺമക്കളാണ്. മൂത്ത മോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വഴിയിലൂടെ അറിഞ്ഞ ഒരു വലിയപ്പനെ വീട്ടിൽ താമസിച്ച കാര്യം പറഞ്ഞില്ലേ? രണ്ടാമത്തെ മോൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരെല്ലാം പഠിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇത്രയും ആളുകൾ വളർന്നപ്പോൾ മക്കൾ പഠിച്ച് മൂത്തയാൾ നേഴ്സായി, അവരുടെ ഭർത്താവ് നേഴ്സാണ്. അവർ 2 പേരും സന്തോഷത്തോടെ എൻ്റെ വിചാരം. എന്നാലും ഇടയ്ക്ക് നിലവിളിക്കൊക്കെ കേൾക്കണം, അപ്പോൾ ഒടിക്കലൊക്കെ അമ്മയാണ് അധികം വിളിക്കണം. എന്നാലും സങ്കടങ്ങളൊക്കെ പറഞ്ഞേക്കാം. എന്നാലും ഞങ്ങളിരുന്ന് പ്രാർത്ഥിക്കും. അവർ കാനഡയിൽ 3 മക്കളാണ്. 2 പെൺമക്കളാണെന്നോ എനിക്ക്. അവർക്ക് പിന്നെ മൂത്തയാൾക്ക് 3 പെൺമക്കളായി. അപ്പോൾ അങ്ങനെ പെൺമക്കളെയൊക്കെ കിട്ടിയപ്പോൾ സന്തോഷത്തോടുകൂടി നമ്മൾ കാനഡയിൽ പറഞ്ഞിങ്ങനെ സ്തുതിക്കുകയാണ്. അവർ കാനഡയിൽ താമസിക്കുന്നു. 2ാമത്തെ മോള് സൈക്കോളജിസ്റ്റാണ്, മനഃശാസ്ത്രം. അവള് ആന്ധ്രയിൽ അവിടെ ഒരു SR യൂണിവേഴ്സിറ്റിയിൽ അവൾ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. അവളുടെ ഭർത്താവ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യും. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളിങ്ങനെ ശുശ്രൂഷിച്ചു. അവിടെ നേഴ്സ്, ഡോക്ടർ, അച്ഛനൊക്കെ പറഞ്ഞ പോലെ PR അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ വലിയൊരു ശുശ്രൂഷ
2026 ഫുൾ ധ്യാന പ്രോഗ്രാം നടക്കുന്ന നോട്ടീസും ഞാൻ എഴുതിയ ധ്യാനകേന്ദ്രത്തിലെ ഒരു മാരാനാഥ എന്നാണ്. കർത്താവ് വേഗം വരണമെന്നാണ് അതിൻ്റെ അർത്ഥം. ആ മാരാനാഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എഴുതിയ ഒരു കുഞ്ഞു പുസ്തകം. അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ചിലർക്ക് അച്ഛൻ പുസ്തകം തന്നെന്ന് പറഞ്ഞു. എന്നാലും കുറേ പുസ്തകമൊക്കെ കാര്യമുണ്ട്. നിങ്ങളൊക്കെ കൈവിട്ട് ഇറങ്ങി പോകുമ്പോൾ ഓരോന്ന് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പുസ്തകം പറഞ്ഞുള്ളൂ. അത് നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് ധ്യാനം കൊടുക്കുക നല്ലതായിരിക്കും. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇനി ഒരു തെരുവിൽ ആരും താമസിപ്പിച്ചില്ലെങ്കിലും അവനവൻ്റെ കാരണന്മാരെയെങ്കിലും കുടുംബത്തിൽ നിന്ന് പുറത്ത് കിടത്താനും വർത്താനം പറയാതിരിക്കുക. അല്ലേ? ഞാൻ ഇങ്ങനൊരു അഭിപ്രായം അങ്ങനെ ചെയ്യാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിക്കും. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാകാൻ വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ. ഇതിന് പാഠപ്പെട്ടതാണ് പിതാവേ. ഈ കഴിഞ്ഞ ഒരു മണിക്കൂറിലധികം ഞങ്ങൾ തിരുസന്നിധിയിലിരിക്കുക. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പോരായ്മകളെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മകളെ ഞങ്ങൾ കാണുന്നു. മാതാപിതാക്കന്മാരും മക്കളും എങ്ങനെയായിരിക്കണം, ഭാര്യ ഭർത്താക്കന്മാർ എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഞങ്ങൾ ചിന്തിച്ചു. കർത്താവേ, ഞങ്ങൾ കുടുംബം സ്വർഗരാജ്യത്തിൻ്റെ കുടുംബമാണെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവർ നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവർ ജീവനെ കാണുകയില്ല. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മരണങ്ങളും വേർപ്പെടുന്ന പൂർവികരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഏതെങ്കിലും വിധത്തിലുള്ള പാപശാപ വാക്കുകളൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടോ അവർക്ക് ഇങ്ങോട്ടോ പറയാൻ ഇടയായിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കും, മാപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കും. മാതാപിതാക്കന്മാരെ ഒരു നിമിഷം ഓർക്കണം. നമുക്ക് നമ്മുടെ കുടുംബത്തിലിരിക്കുന്നവരെ, മരണം പോലെ വേർപിരിഞ്ഞവരെയൊക്കെ ഒരു നിമിഷം ഓർക്കാം. അതുപോലെ മക്കളെ ഓർക്കാം, മരുമക്കളെ ഓർക്കാം, സഹോദരങ്ങളെ ഓർക്കാം, ബന്ധുമിത്രങ്ങളെ ഓർക്കാം. കർത്താവേ, എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളെല്ലാം പരിഹരിക്കണമേ. ഇന്നു മുതൽ ഞാൻ നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ലൊരു അമ്മാനപ്പനായി, നല്ലൊരു അമ്മായിയമ്മയായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു മകനായി, മകളായി, നല്ലൊരു മരുമകളായി, നല്ലൊരു മകനായി ജീവിക്കാം. അടുത്ത പരിശുദ്ധാത്മാവിനെ നയിക്കണമേ. പരിശുദ്ധമേ, ദൈവമാതാവേ, അമ്മയുടെ തിരുക്കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബവും അനുഗ്രഹപ്രദമായ ദൈവം പ്രാർത്ഥിക്കണമേ. സർവവിശുദ്ധന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. സകലവനങ്ങൾക്കായി കാലോടിൽ ജീവൻ രക്ഷിച്ചു കൊടുക്കുന്ന യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ചോദിച്ച് പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരുന്നവരാകണമേ. ഹല്ലേലൂയ. അവസരം അച്ഛനോട് നന്ദി പറയുന്നു. നിങ്ങൾ കേട്ടിരുന്ന നിങ്ങളെല്ലാവരും നന്ദി പറയുന്നു. സമയം 10 മിനിറ്റ് വൈകിപ്പോയി, ക്ഷമിക്കണമെന്ന് കൂടി ഓർമ്മിക്കുന്നു.